والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ സ്നേഹം നിറഞ്ഞ ബ്രൈറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ, നമുക്കിന്ന് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. എന്താണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് അറബിയിൽ പറഞ്ഞേ? നദരിയാത്തു തഅല്ലും ഔ നദരിയാത്തു തഅലീം നമുക്ക് പറയല്ലേ. നദരിയാത്തു ഫി മജാൽ തഅലീം എന്നാണ് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 65-20ഓളം ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതില് എല്ലാം ഓരോന്നും തെരഞ്ഞെടുത്ത് ചോദിക്കാം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ മാക്സിമം ഒരു 56-60ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചോദ്യം അങ്ങനെ ഉൾപ്പെടുത്താൻ കാരണം ഈ ഒരു സെഷനോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക് ഫുള്ള് കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളത് ടോപ്പിക് സെറ്റ് ആക്കുന്നുണ്ട്. മാക്സിമം തീർക്കാൻ പറ്റുന്ന അത്ര തീർക്കാം. നിങ്ങൾക്ക് ബോർ അടിച്ച് തുടങ്ങുമ്പോൾ പറയണം, കാരണം തിയറീസ് ആണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇരിക്കുന്നില്ല, കാരണം മാക്സിമം കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾ ക്ലാസ് ഒന്നും കൂടി ഒന്ന് കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കേൾക്കാന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ എന്തായാലും ക്ലാസ് കേൾക്കാത്ത ഒരാൾക്ക് പോലും ഈ ഒരു കണ്ടന്റ് ക്ലിയർ ആവാം എന്നുള്ള വിചാരത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ എടുക്കുന്നത്. മാക്സിമം ഈ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തിയറീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഫസ്റ്റ് ചോദ്യം ഇതാണ്, തുഹ്ദഫു അൻ-നദരിയാത്തു വൽ മൻഹജിയ. ഹദിഫ് യഹ്ദഫ എന്ന് വെച്ചാൽ എയിം ചെയ്യുക, ലക്ഷ്യം വെക്കുക എന്നാണ്. അൻ-നദരിയാത്തു വൽ മൻഹജിയ, കരിക്കുലങ്ങളും അതോടൊപ്പം തന്നെ തിയറീസ് ഒക്കെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? തതവ്വുറുൽ കാമിൽ ലിൽ ജീലിൻ നാശിഅ, അൽ ഹുസൂലി അല ദറജാതി വൽ അലാമാത്ത്, അൽ ഹുസൂലി അലൽ വളായിഫി ബി അസ്റഇ വഖ്തിൻ മുംകിൻ. ഓപ്ഷൻ എ, ബി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഒരു പുതിയ ഒരു നല്ലൊരു തലമുറയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തിയറീസും കരിക്കുലങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അൽ ഹുസൂലു അലൽ ദറജാതി വൽ അലാമാത്ത്, മാർക്കുകളും ഗ്രേഡുകളും കിട്ടാനാണ്. ദറജാത്ത് എന്ന് വെച്ചാൽ ഗ്രേഡുകൾ, അലാമാത്ത് എന്ന് വെച്ചാൽ മാർക്കുകളാണ്. അതുപോലെ അൽ ഹുസൂലി അലൽ വളായിഫി ബി അസ്റഇ വഖ്തിൻ മുംകിൻ, അതായത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അവൻ പഠിച്ച് പുറത്തിറങ്ങി വളരെ വേഗം തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് തിയറീസും കരിക്കുലവും ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏതാണ് ഓപ്ഷൻ എ ആൻഡ് ബി ആണോ, എ ആണോ, ബി ആണോ, സി ആണോ എന്നുള്ളത്? എന്നുള്ളതാണ് തതവ്വുറുൽ കാമിൽ ലിൽ ജീലിൻ നാശിഅ എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഉത്തരം. ഓക്കെ, നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതായത് ഇപ്പോ നമ്മുടെ തിയറീസ് അതുപോലെ തന്നെ കരിക്കുലങ്ങളൊക്കെ ഇപ്പം തിയറീസ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, അത് എന്തിന്റെ ബേസിൽ പഠിക്കണം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഇപ്പം ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഒക്കെ കഴിഞ്ഞാലും ആ കുട്ടി ഏത് രൂപത്തിൽ പഠിക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ബിഹേവിയറിസത്തിലാണെങ്കിൽ കുട്ടി അടിച്ചു പഠിപ്പിക്കണമെന്ന് പറയുന്നു. കൺസ്ട്രക്റ്റിവിസത്തിലാണ് കുട്ടിയെ നോളജ് കൺസ്ട്രക്ട് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലാണെങ്കിൽ കുട്ടി എന്താണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൊസൈറ്റി കുട്ടി നോളജ് കൺസ്ട്രക്ട് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോ പല രൂപത്തിൽ എന്തുണ്ട്, തിയറീസ് വരുന്നുണ്ട്. ആ തിയറീസും അതുപോലെ തന്നെ കരിക്കുലം. ഇപ്പൊ കരിക്കുലത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് സിലബസിലുള്ളതും സിലബസിൽ ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പം സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് സ്കൂൾ ടൂറുകൾ, അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ എന്തിനാണ് ആക്ച്വലി വേണ്ടത്? ഇപ്പൊ സ്കൂൾ കലോത്സവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ രചനാ മത്സരങ്ങളായിക്കോട്ടെ, എന്തിനായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ പറയാം, എന്തിനായിരിക്കും ഉണ്ടാവുക? ഒരു സ്കൂൾ കരിക്കുലത്തിൽ സിലബസിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനായിരിക്കും ഉണ്ടാവണേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല? സ്കൂളിൽ ഉണ്ടാക്കുന്ന
എന്താണ്? പ്രതിഭകളെ കണ്ടെത്താൻ. ആ, പ്രതിഭകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പ്രതിഭകളെ നമ്മൾ എന്തിനാണ് കണ്ടെത്തുന്നത്? അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മുടെ ഈ, അതാണ് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിലുള്ള തിയറീസിന്റെയും കരിക്കുലങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കുട്ടി എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത്? അൽ മദറസ, അൽ മുജ്തമഅ, അൽ ബൈത്ത്, റൗളത്തുൽ അത്ഫാൽ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ? കുട്ടി പഠിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണോ, സമൂഹത്തിൽ നിന്നാണോ, വീട്ടിൽ നിന്നാണോ? റൗളത്തുൽ അത്ഫാൽ. ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് കുട്ടിയുടെ വീട് തന്നെയാണ്, ആദ്യത്തെ വീടാണെന്നുള്ളതാണ്. അടുത്തത്, ഹസ്ബി നളരിയത്തുൽ ഹദീസ ഇന്ന അമലിയത്തു തഅലീമി തതറക്കിസു ബിഹദ്ദിൻ അക്ബരി. അതായത് കണ്ടംപററി ആയിട്ടുള്ള തിയറീസ് ബേസ് ചെയ്തുകൊണ്ട്, കണ്ടംപററി ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ തിയറീസ് ബേസ് ചെയ്തുകൊണ്ട്, ഇന്ന അമലിയത്തു തഅലീം, ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, തതറക്കിസു ബിഹദ്ദിൻ അക്ബറിൻ, വളരെയധികം അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ചായ്വ് പ്രകടിപ്പിക്കുന്നുണ്ട്. അൽ മദറസി വൽ മഹാറാത്തിഹി, ഒരു അധ്യാപകന്റെ കഴിവുകളിലേക്കും, വിദ്യാർത്ഥിയുടെ ചായ്വുകളിലേക്കും, അൽ മാദത്തി വൽ ഉംഖിഹ, അധ്യാപകൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗത്തെയും അതിന്റെ ഡീപ്നെസ്സിനെയും പറ്റിയിട്ട്, അൽ മുഖററി വൽ ഇംതിഹാൻ, ടെക്സ്റ്റ് ബുക്കിനെയും അതോടൊപ്പം തന്നെ അതുപോലെ ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ട്. ഇതിലേതാണ് അത്തോലിബ് വ മുയൂരിഹി എന്നുള്ളതാണ്, അല്ലേ? അതെ. അല്ലാതെ അധ്യാപകന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അധ്യാപകൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരു വസ്തുക്കളല്ല അത് വിദ്യാർത്ഥികൾ എന്ന് പറയാം, അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് കഴിവുണ്ടാവും. ആ കഴിവ് എന്റെ അടുത്ത് എനിക്ക് നിങ്ങളെക്കാളേറെ കഴിവുണ്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വല്ല കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ മുമ്പൊരിക്കല് ഈ റീസെന്റ് ആയിക്കൊണ്ട് കഴിഞ്ഞ ഏപ്രിലോ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം LP സ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യാനാണ്. അപ്പൊ ഞാനന്ന് അറബി ഭാഷയിലാണല്ലോ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്നിട്ട് അറബിയിൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ എന്നോട് ഇന്റർവ്യൂ ബോർഡ് എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് അറിയാമോ? ഞാൻ ക്ലാസ്സിൽ മുമ്പിലുള്ള കുട്ടി 1ാം ക്ലാസ്സിലെ കുട്ടിയാ, നിങ്ങൾ അറബിയിൽ എന്തിനാ ക്ലാസ് എടുത്ത്, എനിക്ക് വല്ല മനസ്സിലാവാന്ന് ചോദിച്ചു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് അറബി ഭാഷയിലല്ലേ. അല്ല, നിങ്ങൾ മലയാളത്തിൽ പഠിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് എന്നോട് അവർ പറഞ്ഞു. ഞാൻ B.Ed ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും അറബിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി എത്രത്തോളം എന്ന് കാണിക്കേണ്ട ഒരു എക്സ്പെരിമെന്റ് വസ്തുക്കളല്ലാര് വിദ്യാർത്ഥികൾ, പറിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. അടുത്തത് അത്തോലിബുൽ മൗഹിബ്. അത്തോലിബുൽ മൗഹിബി الذي يظهر القدرات والاستعدادات منفردة ومجتمعة. ഓക്കെ, ഇത് ഗിഫ്റ്റഡ് സ്റ്റുഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇത് കാറ്റഗറി 3കാർക്ക് മാത്രമേ ചോദിക്കുള്ളൂ എന്നുറപ്പാണ്. ഒരു കാര്യത്തിന് നമ്മുടെ ഇൻഡിവിജ്വൽ ബേസ് ചെയ്തുകൊണ്ട് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ ഏജ് എത്രയാണ് അത് പറഞ്ഞേ? എത്രയാണ്? അല്ല, അവരുടെ ഈ ഇത് എന്താണ് IQ പവർ? എത്രയാണ്? 120 മുകളില്. 130 അല്ലേ? 130 120 മുകളിലുള്ള 130 ആണ്. 120 പറയലുണ്ട്, 130 പറയലുണ്ട് കേട്ടോ. ഓക്കെ, ഇവരുടെ അല്ലല്ല, മുകളിലുള്ള ആൾക്കാരാണ്. 130 മുകളിലുള്ള ആൾക്കാരാണ്, ഗിഫ്റ്റഡ് അല്ലേ. പ്രതിഭാശാലികളല്ലേ? ശരാശരി IQ എത്രയാണ് സർ? ശരാശരി 80 ഞാൻ നോക്കുമ്പോ 130 പോകുന്ന കാണുന്നത്. ഓക്കെ, 130 കാണുന്നത്. 1 മിനിറ്റ്.
120 to 135 ആയിരിക്കും കൂടുതലായിട്ടുള്ള ഈ പറയുന്ന ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ ഐക്യു വരിക. 120 to 135. എന്റെ മിനിമം സാധനമാണ് ഈ പറയുന്ന 130 എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നതാണ് തോലിബുൽ മൗഹിബ്, ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് എന്നുള്ളത് അല്ലദീ യദ്ഹറുൽ ഖുദറാത്തി വൽ ഇസ്തിഅദാദ്, അവരുടെ കഴിവുകളും അവരുടെ പ്രിപ്പറേഷൻസും അവർ പ്രകടിപ്പിക്കുന്നത് മുൻഫരിദത്തുൻ വ മുജ്തമഅത്ത്, ഒന്നുകിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും സോഷ്യലി ആയിരിക്കും അവർ പ്രകടിപ്പിക്കുക. അത് എത്തരത്തിലുള്ള ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ എന്താണ് പ്രതിഭകളാണ് അവർ ഇത് കാണിക്കാന്നുള്ളതാണ്. ഖുദ്റത്തുൽ അഖിലിയ, അവരുടെ ഭൗതികപരമായിട്ടുള്ള കഴിവുകളാണോ, ഖുദ്റത്തുൽ ഖിയാദിയ, അവർക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്താണ് ഒരു ലീഡർഷിപ്പ് റോൾ ഉണ്ട്, ലീഡർഷിപ്പ് റോളാണോ, ഖുദ്റത്തുൽ തദ്മീരിയ, അവരുടെ എന്താണ് എല്ലാ വിഷയങ്ങളെയും ഒന്ന് ഓർഡർ ആക്കാനുള്ള എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തായിരിക്കും എല്ലാ വിഷയങ്ങളെയും ഓർഡർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും, ആ കഴിവിനെയാണോ, അതല്ല ഒന്നും രണ്ടും ചേർന്ന് വരുന്നതാണ്? വലുവസാനി മഴ എന്നുള്ളതാണ് അല്ലെ. വെരി ഗുഡ്. കാരണം എന്താണ്, ഒരു കുട്ടി, ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഓൾറെഡി എന്തുണ്ടാകും, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ കുട്ടി കാണിക്കുന്ന എന്തായിരിക്കും, അവന്റെ എത്രത്തോളം ബുദ്ധി ഉണ്ടെന്നുള്ളതും അവന്റെ ലീഡർഷിപ്പ് റോള് മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ തദ്മീരിയക്ക് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്, എന്താണെന്ന് അറിയാവോ, എല്ലാം തകർക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. തദമ്മറു എന്ന് പറയും, തകർക്കുക എന്നർത്ഥമുണ്ട്. അപ്പോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ ഈ കാറ്റഗറി 3 നിന്ന് മിഹർ ടീച്ചർ ഉൾപ്പെടെയുള്ള 3-4 കുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് അറബിയിലോ ഏതെങ്കിലും ഒരു മക്കാലൊന്ന് വായിച്ചിട്ട് വേണം കേട്ടോ. ഇപ്പോഴത്തെ എക്സാമുകൾക്ക് ഏതൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെ ചോദ്യം വരും എന്ന് പറയാൻ പറ്റൂല. ഈ ഗിഫ്റ്റ് ഐക്യുമായി ബന്ധപ്പെട്ട മക്കാലകൾ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് വായിച്ചിട്ട് നോക്കണേ, വായിച്ചു നോക്കിയിട്ട് പോണേ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് ബിഹേവിയറിസം എന്ന് പറയാം. ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മാഹിയ അവ്വലു മദാരിസുൽ ഫൽസഫിയത്തുല്ലതി ഇഹ്തമ്മത് ബിനദരിയത്തി തഅല്ലുമി വ തഅലീം, നദരിയത്തി തഅല്ലുമുൽ കുല്ലി, അൽ മദ്റസത്തു സുലൂക്കിയ, നദരിയത്തി തഅല്ലുമുൽ ബന്നാഇയ ഗൈറു മാ ദിക്റ. ഏത് സ്കൂൾസ് ഓഫ് ഫിലോസഫിയാണ് ആദ്യമായി കൊണ്ട് ടീച്ചിങ്ങിന്റെയും ലേണിങ്ങിന്റെയും തിയറീസിനെ കുറിച്ച് പ്രാധാന്യം നൽകിയതെന്ന? തഅല്ലുമി വ തഅലീം, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. വെരി ഗുഡ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഉത്തരം പറഞ്ഞു അല്ലെ. ബിഹേവിയറിസം അഥവാ നദരിയത്തു അൽ മദ്റസത്തു സുലൂക്കിയ, ബിഹേവിയറൽ സ്കൂളാണ്. അടുത്തത് ഇഖ്തറ മിനൽ ആതിയത്തി നദരിയത്തു തർബിയത്തുൽ ഖദീമ, ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ഒരു തിയറി ഏത് തിയറിയാണെന്നുള്ള? ബിഹേവിയറിസം ആണോ, നദരിയത്തുൽ ഖവാഇദുൽ ആലമിയയാണോ, നദരിയത്തുൽ ബന്നാഇയത്താണോ, നദരിയത്തുൽ ബന്നാഇയത്തുൽ ഇജ്തിമാഇയാണോ എന്നുള്ള? അനിത ടീച്ചറെ കേൾക്കുന്നുണ്ടോ? അനിത ടീച്ചറെ കേൾക്കുന്നുണ്ട്. ടീച്ചറെ നദരിയത്തുൽ ഖവാഇദുൽ ആലമിയ എന്ന് വെച്ചാൽ അർത്ഥം ടീച്ചറെ? കേൾക്കുന്നില്ലേ? നദരിയത്തുൽ ഖവാഇദുൽ ആലമിയ എന്നുള്ള ഒരു തിയറിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചിരുന്നു. എന്താ ഈ നദരിയത്തുൽ ഖവാഇദ്? എന്ത് കായിദ? യൂണിവേഴ്സൽ ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്നുള്ളതാണ്. വെരി ഗുഡ്. അതാണ് നദരിയത്തുൽ ഖവാഇദുൽ ആലമിയ. ഇവിടേക്ക് എന്തൊക്കെയാ ഒരു സ്പാർക്ക് ഉണ്ടല്ലേ, ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണേ. പിന്നെ എന്താണ് നദരിയത്തുൽ ബന്നാഇയ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം. സബിന ടീച്ചറെ, കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. പിന്നെ നദരിയത്തുൽ ബന്നാഇയത്തുൽ ഇജ്തിമാഇയ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിബിന ടീച്ചർ എന്തായിരുന്നു? നദരിയത്തുൽ ബന്നാഇയത്തുൽ ഇജ്തിമാഇയ എന്ന് വെച്ചാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. മാഷാ അല്ലാഹ്. അടുത്തത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട്
എന്താണ് ബിഹേവിയർ എന്നർത്ഥം? ബിഹേവിയർ കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? കുല്ലുമാ യുസദ്ദിറു അൽ ഇൻസാനി മിൻ നശാത്ത്. ഒരു മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളാണ് ബിഹേവിയർ എന്നുള്ളത്. കുല്ലുമാ യുസ്ദിറു അൽ ഇൻസാനി മിൻ നശാത്ത്, പ്രവർത്തനങ്ങളായി മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്ന എല്ലാം. ഹസനു സീറ, അവന്റെ നല്ല സ്വഭാവം അല്ലെങ്കിൽ നല്ല ചരിത്രം. തസർറുഫു തീബുൽ ഇൻസാൻ, മനുഷ്യന് വേണ്ടിയിട്ട് എന്താണ് എന്താണ് നന്മകളെ അധികരിപ്പിക്കലാണ്. അല്ലെങ്കിൽ അൽ ഇസ്തിജാബാത്തുൽ വാഇയത്തുൽ മുസീറാത്തുൽ മുഹീതത്തു ബിഹി, എന്താണ് അവനുമായി ചുറ്റപ്പെട്ട ചില റെസ്പോൺസുകൾ. ഓക്കെ അല്ല സോറി, സ്റ്റിമുലസ് എന്തെങ്കിലാണ്? സ്റ്റിമുലസുകളുടെയും റെസ്പോൺസുകളുമാണ് എന്ത് ഈ പറയുന്ന ബിഹേവിയർ എന്നുള്ളത്. അഥവാ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണ് ബിഹേവിയർ എന്നുള്ളത്. ഇതിൽ ഏതാണ് ബിഹേവിയർ എന്നുള്ളത്? ഓക്കെ, ഇതില് ഒരു മിനിറ്റ് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് എന്താണ്, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. അതായത് ഒരു വ്യക്തി ബിഹേവിയർ രൂപപ്പെടുന്ന എങ്ങനെയാണ്? നമ്മൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയല്ലേ ബിഹേവിയർ രൂപപ്പെടുക. ഞാനേ ഉദാഹരണത്തിന് പറയാണ്, ക്ലാസ് ടൈം 2:30 പറഞ്ഞാൽ അജു സാർ 2:30, 2:35, 2:40 കയറും എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ? ഞാൻ എപ്പോഴും 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആവുള്ള ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പൊ എന്റെ ബിഹേവിയർ എന്നുള്ളതാണ് ലേറ്റ് എന്നുള്ള സാധനമാണ്. അത് തന്നെയാണല്ലോ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടിയുടെ പ്രവർത്തനങ്ങള് ആ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കുല്ലുമാ യുസ്ദറു അനിൽ ഇൻസാൻ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് ബിഹേവിയർ എന്ന് പറയാം അല്ലേ? ബേസിക് ആയിട്ടുള്ളത്. അതിന്റെ കുറച്ചുകൂടി സാധനമാണ് എന്താണ് ഈ പറയുന്ന സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ കുറച്ചുകൂടി ഡീപ്പിലേക്ക് കടക്കണം. ഡീപ്പിലേക്ക് ഒന്നും പോകണ്ട. ബേസിക് ആയിട്ട് പറയണം എന്താണ്, അത് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് ബിഹേവിയർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ. മിൻ അസുഹാബി നദരിയത്ത് സുലൂക്കി, എങ്ങനെ ചോദിക്കാട്ടോ. അതായത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ബിഹേവിയറിസത്തിന്റെ വക്താവ് ആരാണ്? ഗുട്ടൻബർഗ് ആണോ, പാവ്ലോവ് ആണോ, അരിസ്റ്റോട്ടിൽ ആണോ, മൗലാന മുഹമ്മദ് അലി ആണോ? ബേസിക് ചോദ്യം ആയതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ആണെന്നൊക്കെ പറയുന്നുണ്ട് റിസ്വാന ടീച്ചർ. റിസ്വാന ടീച്ചറെ മൈക്കോൺ ആക്കോ. ഏതാണ് ടൈപ്പ് വന്നിട്ട് അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. അല്ല, സത്യമായിട്ട് വിശ്വസിച്ച് നമ്മള് വിശ്വസിച്ചില്ലേ? നമ്മള് വിശ്വസിച്ചില്ല? വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടാ. അപ്പോ ഉത്തരം പറഞ്ഞാ പോരെ. പാവ്ലോവാണ്. ഗുട്ടൻബർഗ് ആരാണ്? ഗുട്ടൻബർഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട ഒരു വ്യക്തിയാണ് ഗുട്ടൻബർഗ്. ആരേ ഗുട്ടൻബർഗ്? അദ്ദേഹം എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളല്ലേ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അദ്ദേഹമാണോ? അല്ലല്ല, ചാൾസ് ബാബേജ് ആണ്. അദ്ദേഹമാണ് പ്രിന്റർ അച്ചടിയല്ലേ? അച്ചടി പ്രിന്റിംഗ് പേഡ്. അതല്ല, പ്രിന്റിംഗ് പേഡ് കണ്ടുപിടിച്ചതാണ് ഗുട്ടൻബർഗ്. ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന് പറയും. പിന്നെ അരിസ്റ്റോട്ടില് ആരാണ്? അദ്ദേഹം ഐഡിയലിസത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളാണ് അരിസ്റ്റോട്ടില്. പിന്നെ മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി എന്താണ്, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നാഷിത്തുൽ ഫിക്രിയൽ ഹിന്ദിയാണ്. ഇന്ത്യൻ എന്താണ് ഒരു പണ്ഡിതാണ്. മാത്രമല്ല ജാമിയ മില്ലിയൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇന്ത്യൻ സ്കൂള്, നമ്മുടെ എന്താണ്
ആ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ മുപ്പർക്ക് വലിയ പങ്കൊക്കെ ഉണ്ടായിരുന്നു, മൗലാന മുഹമ്മദ് അലിക്കൊക്കെ. ഓക്കെ, അടുത്തൊരു ചോദ്യം. ആലിമുൻ യൻതമി ഇലാ നളരിയത്ത് സുലൂക്കിയ ഫി തഅലീം. ഈ പറയുന്ന എന്താണ് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട പണ്ഡിതനാരാണ്? നോം ചോംസ്കി ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, BF സ്കിന്നർ ആണോ, ജോൺ റൂണി ആണോ? അക്കോർഡിംഗ് ടു ദ സുബീന ടീച്ചർ, ഓപ്ഷൻ എ നോം ചോംസ്കി ആണ്. ബാക്കിയുള്ളവർ പറയട്ടെ. തല്ലിട്ടാത്തതിന്റെ കുറവാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. സ്കിന്നർ അല്ലേ? സ്കിന്നർ ആണ്. ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് എക്സാമുകൾക്ക് ഇങ്ങനെ ഓരോ വ്യക്തികളുണ്ടല്ലോ, അദ്ദേഹത്തിന് പാവുലോവ്, സ്കിന്നർ, ടൊണ്ടേക്ക്, ഈ 3 പേര് എന്ത് ചെയ്യലുണ്ട്, അങ്ങനെ എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അതായത് ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാവും. അപ്പം ആ വ്യക്തികളെ കുറിച്ച് പഠിക്കാട്ടോ. ഇതാണ് അടുത്തൊരു ചോദ്യമാണ്. ഇഖ്തറ തെറ്റായി തിരഞ്ഞെടുക്കുക. നോം ചോംസ്കി, പാവുലോ, സ്കിന്നർ, ടൊണ്ടേക്ക്, ഇതിലേതാണ്? പാവുലോ ആണ്. ആണ് തെറ്റ്. നോം ചോംസ്കി ആണ് അല്ലേ? നോം ചോംസ്കി യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ ഏകദേശം ഒരു 6ഓളം പേരുണ്ട്. എഡ്വാർഡ് ടൊണ്ടേക്ക്, ജോൺ വാട്സൺ, ഇവാൻ പാവ്ലോ, ഫെഡറിക് സ്കിന്നർ, എഡ്വാർഡ് ടോർമാൻ, ക്ലാർക്ക് ഹെല്ല്. ഇങ്ങനെ 6ഓളം വ്യക്തികളാണ് ബിഹേവിയറിസത്തിന്റെ വക്താക്കളായിട്ട് പറയപ്പെടാം. വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുക. അദ്ദേഹത്തിന്റെ സൈക്കോളജി ഓഫ് ദ ബിഹേവിയറസ് വ്യൂസ് എന്ന് പറഞ്ഞാൽ 1913 ഒരു മക്കാൽ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സൈക്കോളജി ഇസ് ദ ബിഹേവിയറസ് വ്യൂ ഇറ്റ്. അതിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന അമേരിക്കയിൽ ബിഹേവിയറിസം അവതരിക്കപ്പെടുക. ഓക്കെ, ഞാൻ മക്കാല അറിയാമല്ലോ. സൈക്കോളജി ഈസ് ദ ബിഹേവിയറസ് വ്യൂസ് ഇറ്റ് എന്നാണ്. വ്യൂസ് ഇറ്റ് അതായത് സൈക്കോളജി ഒരു വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മലയാളത്തിൽ വ്യവഹാര മനഃശാസ്ത്രം എന്നല്ല പറയണത് സൈക്കോളജി. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ സൈക്കോളജിയിലെ മലയാളം കറക്റ്റ് വാക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഓർത്ത് പറഞ്ഞ. പിന്നെ ഈ ബിഹേവിയറിസത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഈ സ്റ്റിമുലസ് റെസ്പോൺസും റെസ്പോൺസ് സ്റ്റിമുലസും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എന്താണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന തിയറി ഏതാണെന്നുള്ളതാണ്. നളരിയത്ത് സഖാഫത്തുൽ ഇജ്തിമാഇയ്യ, നളരിയത്ത് സുലൂക്കിയ, നദറത്തുൽ മഅരിഫിയത്തു തഹ്ലീലിയ, നദരിയത്തുൽ മുതഅദ്ദിദ. എന്താ ഈ നളരിയത്ത് സഖാഫത്തുൽ ഇജ്തിമാഇ എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യൽ തിയറി. സോഷ്യൽ കൾച്ചറൽ തിയറി. അതാരാണ് കൊണ്ടുവന്നാരാണ് സോഷ്യൽ കൾച്ചറൽ തിയറി? വൈഗോട്സ്കി അല്ലേ? ബന്ദൂരാണോ സോഷ്യൽ കൾച്ചറൽ തിയറി? നോക്കട്ടെ. അല്ല, സോഷ്യൽ കൾച്ചറൽ തിയറി വൈഗോട്സ്കിയുടെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നും പറയലുണ്ട്, സോഷ്യൽ കൾച്ചറൽ തിയറി എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ കൾച്ചറൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് ആ തിയറിയുടെ ഫുൾ നെയിം കേട്ടോ. കാരണം ഈ നദരിയത്തുൽ ബനായിത്തുൽ ഇജ്തിമാഇയുടെ മറ്റൊരു പേരായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് സഖാഫത്തുൽ ഇജ്തിമാഇ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. നമ്മൾ പഠിക്കും, ഇതിനകത്ത് പറയും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. പോലെ ഇത് ക്ലിയർ ആണ്. മഅറഫത്ത് തഹ്ലീൽ എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് അനാലിറ്റിക് തിയറി എന്നാണ്. ദിഖാഅത്തുൽ മുതഅദ്ദിദ എന്ന് വെച്ചാലോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. തഹ്തമു തുരീഖത്തുൽ മുഹാവറ വൽ ഖത്താ. ട്രയൽ എറർ മെത്തേഡ് എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? തദക്കുറിനാണോ, തഖ്വീമിനാണോ, തദ്രീബിനാണോ, തംഹീദിനാണോ? അതായത് തദക്കുർ എന്ന് വെച്ചാൽ എന്താണ്? തദക്കുർ എന്ന് വെച്ചാൽ ചിന്തിക്കുക എന്നൊക്കെ, തോട്ട്സിനാണ് എന്നുള്ളതാണ്. പിന്നെ തക്വീം എന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യുക, തദ്രീബ് എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുക, തംഹീദ് എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂഷൻ നൽകാന്നുള്ളത്. ഇതിലേതാണ്? തദ്രീബാണ്. ടൈപ്പ് ചെയ്യണം, മാക്സിമം ടൈപ്പ് ചെയ്യണേ.
തദ്രീബിനാണ്. അടുത്തത് അൽ അലാഖത്തു ബൈനൽ അസരി വൻ നതീജത്തി ഫി തഅല്ലും. അസർ വൻ നതീജ എന്ന് വെച്ചാൽ എന്താണ്? അൽ മുറാദ് ബിൽ അസരി വൻ നതീജ. അടയാളം ആണോ? സ്റ്റിമുലസ് റെസ്പോൺസിനാണ് അസർ വൻ നതീജ എന്ന് പറയാം. മുസീരി വൽ ഇസ്തിജാബ എന്നും പറയാം. അൽ അസരി വൻ നതീജ എന്നും പറയാം. കേട്ടോ? ഓക്കെ, മറക്കല്ലേ. അൽ അസരി വൻ നതീജ മുസീരി വൽ ഇസ്തിജാബ കിലാഹുമ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇപ്പൊ ഇവിടെ എന്താ പറയണേ? ഇത് തമ്മിലുള്ള ബന്ധം അലാഖത്തിന് സൽഫിയത്തിന് ഒരു മോശം ബന്ധമാണ്. മുഹിമ്മൻ പ്രത്യേകിച്ചും സാദൽ അവലി നക്സൽ ആഖിർ, ഒന്ന് കുറവും മറ്റൊന്ന് അല്ല ഒന്ന് കൂടുതലും മറ്റൊന്ന് കുറവായിരിക്കും. രണ്ടാമത് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ബന്ധം മോശമാണ്. ഒന്ന് കുറഞ്ഞാല് മറ്റൊന്ന് കൂടും എന്ന് പറയുന്നത്. അലാഖത്തിന് ഇജാബ് ഒരു പോസിറ്റീവ് ബന്ധാണ്. മുഹിമ്മ സാദൽ അവലി സാദൽ ആഖിർ, ഒന്ന് കൂടിയാൽ മറ്റൊന്നും കൂടും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു പോസിറ്റീവ് ബന്ധാണ് മുഹിമ്മ നക്സിൽ ആഖിരി സാദൽ അവലി, ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്ന് കൂടും എന്ന് പറയാം. ഇതിൽ ഏതാണ്? അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ ഒരു സ്റ്റിമുലസ് കൊടുത്താൽ ആ കൊടുക്കുന്നതനുസരിച്ച് ഇപ്പം സ്റ്റിമുലസിന്റെ അളവ് ഒന്ന് എന്താണ് കൂടിയാൽ അതിന്റെ റെസ്പോൺസ് കുറയുന്ന പറഞ്ഞു. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നത്? ഓപ്ഷൻ സി ആണല്ലേ. നമ്മൾ കൊടുക്കുന്ന എന്താണ് പോസിറ്റീവ്, നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിന്റെ അളവ് എത്രയാണോ കൊടുക്കുന്നത് അതേ ലെവലിൽ നമുക്ക് റെസ്പോൺസ് തരൂ അല്ലേ? തരൂലേ? നിങ്ങളെ ഞാന് തല്ലിപ്പഴിപ്പിക്കാതെ മിണ്ടാതിരുന്ന നിങ്ങൾ പഠിക്കോ? ഇല്ല. തല്ലിപ്പഴിപ്പിച്ചോണ്ട് തന്നെ ഇരുന്നാലോ എന്നെ പേടിച്ച് നിങ്ങൾ പഠിക്കും. ആ സമയം ഒരിക്കൽ തല്ലി പിന്നെ നിങ്ങൾ തല്ലിക്കാൻ നിങ്ങൾ കരയൊന്ന് പേടിച്ചിട്ട് ഞാൻ തല്ലാതിരുന്നാലോ ആ സാറ് എപ്പോഴും ഒരു വട്ടം തല്ലോളൂ, പിന്നെ പഠിച്ചില്ലേലും പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ചിന്തിക്കും. ഇല്ലേ? ഷുവർലി നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ചിന്തിച്ച നിങ്ങൾ മനുഷ്യന്മാരല്ല, നിങ്ങൾ വേറെ ഏതോ സംഭവമാണ്. ഓക്കെ, അപ്പൊ അതാണ് ബിഹേവിയറിസത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കേട്ടോ. അടുത്ത വീണ്ടും ചോദ്യം രണ്ടാണ്. ഇർതബിത്തു കണക്ട് ചെയ്യപ്പെടുന്നു മബ്ദഉ തഅസീരി ബി അലാഖത്തിൻ മുബാശറ. ഈ തഅസീർ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റിമുലി എന്ന് പറയും. സ്റ്റിമുലിയുടെ ഒരു ബന്ധം, ആ ഒരു പ്രിൻസിപ്പിൾ കണക്ട് ചെയ്യപ്പെടുന്നത് ഡയറക്റ്റ് ആയിക്കൊണ്ട് മോട്ടീവ്സിലാണ്. ദാഫി എന്ന് വെച്ചാൽ എന്താണ്? മോട്ടീവ്സ്, മോട്ടിവേഷൻ. അൽ മുമാറസ പ്രാക്ടീസ്. തംറീൻ, തംറീൻ എന്ന് വെച്ചാൽ എന്താ? എക്സസൈസ്. അദ്ദാക്കിറ റിമെമ്പറിങ്. ഇതിൽ ഏതെല്ലാണ് ഈ പറയുന്ന ഈ തഅസീറിന്റെ ഒരു സ്വാധീനം പറഞ്ഞത്? മോട്ടീവ്സിലാണോ, മുമാറസയിലാണോ, തംറീനിലാണോ, ദാക്കിറയിലാണോ? ഇത് വളരെ വളരെ വ്യക്ത വരും കേട്ടോ. തഅസീറാണ്, മോട്ടീവ്സ് ആണ്. തഅസീർ വെച്ചാൽ ഇൻഫ്ലുവൻസിങ് എന്നൊക്കെ അർത്ഥമുണ്ട്, മറ്റൊരു അർത്ഥമാണ്. ആർക്കറിഞ്ഞൂടാ? ശരി, നമുക്ക് ഉത്തരം നോക്കാം. ദാഫിയാണ്. ഞാൻ പറഞ്ഞു മോട്ടീവ് ആണെന്ന് പറഞ്ഞു. ഈ അസർ എന്ന് വെച്ചാൽ എന്താണ്? അസർ എന്ന് വെച്ചാൽ എന്താണ്? അസറു വന്നത്തീജ നമ്മൾ പറഞ്ഞ എന്താണ്? സ്റ്റിമുലസ് കൊടുക്കുക. സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു മോട്ടീവ്സ് ആണ്, ദാഫിയാണ്. ഇപ്പൊ ഞാൻ അത് പറയാം. ഇപ്പൊ ഞാൻ എന്താണ് ഒന്ന് പുഷ് ചെയ്യണം. എന്ത് അല്ല, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ എന്താണ് പറഞ്ഞുതരാം. മറ്റേ തൊണ്ടേക്കിന്റെ അല്ലെങ്കിൽ പാവ്ലോവിന്റെ തിയറിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തിനായിരിക്കും ആ നായ അവിടെ ബെല്ല് കേട്ട സമയത്ത് പോയത്? എന്തിനായിരിക്കും? ഫുഡ് കിട്ടും എന്നുള്ളതുകൊണ്ടല്ലേ? അവിടുത്തെ മോട്ടീവ് ഏതാണ്? അവിടുത്തെ മോട്ടീവ്സ് ഏതാണ്? മോട്ടീവ് ബെല്ലാണോ? ഫുഡല്ലേ? ഫുഡ് കിട്ടാനല്ലേ പോയത്? അവിടുത്തെ മോട്ടീവ് ഫുഡാണ്. അവിടെ കാണിച്ച പ്രവർത്തനമാണ് പറഞ്ഞ ഈ പറയണ ബെല്ല് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മോട്ടിവേഷൻ എന്താണ്? ഫുഡ് കിട്ടുമെന്നാണ്. അല്ലെങ്കിൽ അത് വിട്, വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കണേ? കേട്ടറ്റ് കിട്ടാനാ. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? കേട്ടറ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. അപ്പൊ നമ്മളിവിടെ എന്താണ് പറയുന്നത്? ഇർതബിത്തു ബന്ധപ്പെടുന്നു മുബ്ദഉ തഅസീർ.
എന്താണ് അങ്ങനെ ഈ നിങ്ങൾ താസിർ എനിക്കറിയില്ല. അല്ല 4 എങ്ങനെ? താങ്ക് യു. അപ്പൊ തഅസീർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞ സാധനമാണ്. ദാഫി മോട്ടിവേഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ എന്തുകൊണ്ട് അത് മുമാറസ ആവുന്നില്ല? മുമാറസ എന്ന് വെച്ചാൽ എന്താണ്? പ്രാക്ടീസ് ചെയ്യലാണ്. പ്രാക്ടീസ് ചെയ്യലും ഈ പറയുന്ന എന്താണ് ഇൻഫ്ലുവൻസേഷൻ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എക്സസൈസ് തമ്മിൽ ബന്ധമുണ്ടോ? റിമെമ്പറിങ് തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ മോട്ടീവ്സ് തമ്മിൽ എന്തുണ്ട്? ഒരു ഇൻഫ്ലുവൻസിന് ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ബിഹേവിയറിസത്തില്. മനസ്സിലായോ? അടുത്തൊരു ചോദ്യം. അൽ ഹിഫ്ളു സാറേ, ഓ ആ 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടിയും പറയോ? എന്റെ അത് കട്ടായി പോയിനതാ. അതായത് ടീച്ചറെ, നമ്മുടെ ഈ തഅസീർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ പ്രിൻസിപ്പിള് അത് എന്തുമായി റിലേറ്റഡ് ആണെന്ന് ചോദിച്ചത്. ഡയറക്റ്റ് ആയിട്ട് അത് എന്തുമായി റിലേറ്റഡ് ആണ്? ഇൻഫ്ലുവൻസിങ് എന്ന ഒരു ഫാക്ടർ അത് എന്തുമായി റിലേറ്റഡ് ആണ്? മോട്ടീവ്സുമായി റിലേറ്റഡ് ആണോ? പ്രാക്ടീസുമായി റിലേറ്റഡ് ആണോ? എക്സസൈസുമായി റിലേറ്റഡ് ആണോ? റിമെമ്പറിങ്ങുമായി റിലേറ്റഡ് ആയിട്ടാണോ എന്ന ചോദ്യം. അപ്പൊ ടീച്ചർ പറയും തഅസീർ എന്നുള്ള സാധനം എന്തുമായി റിലേറ്റഡ് ആയിരിക്കും? ഏ ആണല്ലോ മോട്ടീവ്സ് അല്ലേ? ഉത്തരം കാണുന്നത്. ദാഫി അതന്നെ. മീൻസ് എന്നാ? ദാഫി എന്ന് വെച്ചാൽ മോട്ടീവ്സ്. ആ ആ ടീച്ചർ ഓക്കെ സാർ. ഏന്ന് കാണുന്നത്? ടീച്ചറിന് അപ്പൊ ആ സംഭവം മനസ്സിലായിട്ടില്ല നടത്താം. ഇല്ല ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, കട്ടായി പോയിക്ക്. ടീച്ചറെ എന്തുകൊണ്ടാണ് ഈ ദാഫി എന്നുള്ളത്? ടീച്ചറെ സുബീന ടീച്ചറെ, പറയൂ. ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്തുകൊണ്ടാണ് ദാഫി എന്നുള്ള ഇവിടെ ശരിയെന്ന് പറഞ്ഞു കൊടുത്തേ. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മതിയാ? മതി. അപ്പൊ നമ്മള് പാവ്ലോവിന്റെ ആ പട്ടി, ആ പരീക്ഷണത്തിൽ ഇപ്പൊ നമ്മള് ഫുഡ് കൊടുത്തിട്ട് ബെല്ലടിക്കും. അപ്പൊ അത് ഒരുപാട് തവണ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോ ആ ബെല്ലടിച്ചിട്ട് ഇങ്ങനെ ഫുഡ് തരും എന്നുള്ളത് ഒരു മോട്ടിവേഷൻ ആണ്. സാറ് ഞങ്ങൾക്ക് കുറെ ക്ലാസ് തന്നിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരികയാണ്, എങ്ങനെ ഇത് നേടാം എന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ എക്സാം ആണ്, അല്ലേ? അല്ലേ? മോട്ടിവേറ്റർ സാറാണെങ്കിൽ ഞങ്ങൾക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സാം ആണ്. അങ്ങനെയാണ് ഞാൻ. ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ സർ. ഒരു മിനിറ്റ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് അൽ ഹിഫ്ളു വത്തത്ബീഖ് എന്താണ്? അൽ ഹിഫ്ള് എന്ന് വെച്ചാൽ എന്താണ്? റിമെമ്പർ ചെയ്യുക അല്ലെങ്കിൽ മനപ്പാടമാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തത്ബീഖ് എന്ന് വെച്ചാൽ എന്താണ്? തത്ബീഖ് എന്ന് വെച്ചാൽ എന്താണ്? അപ്ലൈ ചെയ്യുക എന്നാണ്. ഓക്കെ, അതായത് ഒരു കാര്യം കാണാതെ പഠിക്കാതെ അപ്ലൈ ചെയ്യുക. ഈ രണ്ട് സാധനം കൺസ്ട്രക്റ്റിവിസം ബേസ് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് പഠനമാണ് കൊടുക്കുക. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? കാണാതെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം കാണാതെ പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നെഗറ്റീവ് ഫീഡ്ബാക്ക് തരാണ്. ഇത് ആക്ച്വലി ശരിയാണോ തെറ്റാണോ? ഇതൊരു തിയറിയുമായി ബന്ധപ്പെടുന്നേ ഇല്ലേ? അല്ലെങ്കിൽ ഇത് ചോദ്യം ഇങ്ങനെയല്ല. ഒരു എഡ്യൂക്കേഷണൽ തിയറി റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഉള്ളത്. പറഞ്ഞോളൂ. എനിക്ക് നോക്കട്ടെ. ഓക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയാണ്.
നമ്മളിപ്പോ ഒരു കുട്ടിയെ ഇത് ബിഹേവിയറിസത്തിലാണ് നമ്മൾ പറയണത് എന്താണ് കാണാതെ പഠിക്കുക അതിനെ അപ്ലൈ ചെയ്യിപ്പിക്കാന്ന് പറയില്ല. അത് ശരി, ഒരു പോസിറ്റീവ് പഠനം കൊടുക്കുകയാണ് ചെയ്യണത്. ആഫ്റ്റർ ദ എക്സാം കുട്ടി മറക്കും വിഷയം ഇല്ലേ? അല്ല സാർ, ഇത് സത്യം പറഞ്ഞാല് സുലൂക്കിയുടെ ഡെഫിനിഷൻ അല്ലത്. ഇതോ ഞാൻ പറയാൻ പറ്റുമോ? സുലൂക്കി അങ്ങനല്ലേ? സുലൂക്ക് അങ്ങനെയാണ്, സുലൂക്കി അങ്ങനെയാണ്. അതന്നെ, അത് വേറൊരു കാര്യം. സുലൂക്കിയെ പറഞ്ഞു വെക്കണത് അത് തന്നെയാണല്ലോ. പക്ഷേ സുലൂക്കിയുടെ ഒരു ഇന്താജ്യത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നത് നെഗറ്റീവ് പഠനമല്ലേ? ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞേ? അത് ഹിഫുദ് ആ ഓക്കെ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ സ്റ്റുഡന്റ് സെൻട്രിക് ആണ്, സുലൂക്കി ടീച്ചേഴ്സ് സെൻട്രിക് ആണ്. ഞാൻ പക്ഷെ ഇവിടെ എന്താ ചോദിക്കുന്നത് ഡെഫിനിഷൻ ബിഹേവിയറിസം റിലേറ്റഡ് ആണ്, പക്ഷെ അത് ബിഹേവിയറിസത്തിന്റെ ഡെഫിനിഷൻ അല്ല സാധനം. കാരണം അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ, ഒരിക്കലും ഒരു തിയറിയിൽ ആദ്യമേ പറയണെന്ത് ഇന്നത് നെഗറ്റീവ് പഠനമാണ് ഇന്ന് നൽകുന്നതെന്ന് പറഞ്ഞിട്ട് ബിഹേവിയറിസം തിയറി പറയോ? ബിഹേവിയറിസ്റ്റുകാർ പറയുന്നത് തങ്ങളുടെ പഠന ശൈലിയാണ് ഏറ്റവും നല്ല ശൈലി എന്നല്ലേ പറയുള്ളവര്. മനസ്സിലായോ ടീച്ചറെ? ടീച്ചറെ ബിഹേവിയറിസം റിലേറ്റഡ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റിലേറ്റഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഹിഫ്ള് വത്തത്തിപ്പിക്കുന്ന കാര്യങ്ങളെ കാണാതെ പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയറിസം കാര്യം പറയണത്. അത് ആക്ച്വലി എന്താണ്, ഒരു നെഗറ്റീവ് പഠന രീതിയാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ എന്നാ ചോദ്യം. ശരിയല്ലേ? ശരിയാണ്. അത്രേ ഉള്ളൂ. അടുത്തത് അത്തഖ്ലീദു വത്തഖറാർ, ഇമിറ്റേറ്റ് ചെയ്യുക, റിപ്പീറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അത് എന്ത് തിയറി റിലേറ്റഡ് ആണ്? തഫാഉലിയ, സുലൂക്കിയ, ബന്നഇയ, ജമീഉ മാ ദുക്കിറ. കാര്യങ്ങള് അനുകരിക്കുക, അത് റിപ്പീറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലേ ഇമിറ്റേറ്റിംഗ്, റിപ്പീറ്റേറ്റിംഗ്, പിന്നെ തഖ്ലീദ്, തക്റാറ്, തംറീൻ അല്ലേ, പിന്നെ പ്രാക്ടീസിങ്, പിന്നെ സാധനങ്ങളില്ലേ? 4 കാര്യങ്ങളല്ലേ? തഖ്ലീദ്, തക്റാറ്, തംറീൻ, അങ്ങനെ 3 എണ്ണായി. എന്തായാലും അത് 3 കാര്യങ്ങൾ എന്താണ്? ആ തദ്രീബ്, പ്രാക്ടീസിങ്. ഈ 3 സാധനങ്ങൾ എന്താണ്? ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് മുമ്പ് എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസ്ബി നളരിയത്ത് സുലൂക്കിയ, ബിഹേവിയറിസം റിലേറ്റഡ് കൊണ്ട് യത്തിമ ഇക്തിസാബിലുവ, ഭാഷാർജനം നടക്കപ്പെടുന്നത് തഖ്ലീദി വത്തഖറാറി. ഇങ്ങനെയാണ്, ഇമിറ്റേഷനിലൂടെയും റിപ്പീറ്റേഷനിലൂടെയും അതോടൊപ്പം തന്നെ എക്സസൈസിലൂടെയും മോട്ടിവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പൊ അത് വെറുതെ അല്ല പഠിപ്പിച്ചെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? അടുത്തൊരു ചോദ്യം ഇതാണ്. ആലിമുൻ, ഒരു പണ്ഡിതൻ, അഭിപ്രായപ്പെടുന്നു, അന്നൽ ലുഗത്തി, ഓക്കെ, ഭാഷ എന്നുള്ളത് എന്താണ്? റുദൂദി അഫ്ആലിൻ ഔ ഇസ്തിജാബാത്തുൽ മുഅസ്സറാത്തുൽ ഖാരിജിയ. ഒരു മിനിറ്റ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അഭിപ്രായപ്പെടുന്നു അന്ന ലുഗത്തി, ഭാഷ എന്നുള്ളത് റുദൂദ് അഫ്ആലിൻ, ഓക്കെ, എന്താണ്, ഒരു റെസ്പോൺസ് ആണ്. ഔ ഇസ്തിജാബാത്തുൻ, റുദൂദ് അഫ്ആൽ ഔ ഇസ്തിജാബാത്ത് എന്താണ്? റെസ്പോൺസ് ആണ്. മുഅസ്സറാത്തുൽ ഖാരിജിയ, എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്താണ് മുഅസ്സറാത്തുകള്, റെസ്പോൺസ്, ഇതിനനുസരിച്ച് കൊണ്ട്, ഇൻഫ്ലുവൻസിനനുസരിച്ച് കൊണ്ട്. ഇതിലെ ആരുടെ അഭിപ്രായമാണെന്നുള്ളതാണ്? വൈഗോട്സ്കിയുടെ ആണോ, നോം ചോംസ്കിയുടെ ആണോ, പാവ്ലോവിന്റെ ആണ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്? നമ്മളിവിടെ പറയണ എന്താണ്, എന്ത് റിലേറ്റഡ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണേ. നിങ്ങൾ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് ഓടിച്ചാടി പോവല്ലോ. അഥവാ അങ്ങോട്ടൊരു സാധനം കൊടുത്തിട്ടാണ് ഭാഷ പഠിക്കണേന്നാ പറഞ്ഞേ. മോട്ടിവേഷനിലോ അല്ലെങ്കിൽ എന്താ ചെയ്യാ, അവനിലൊരു ഇത് കൊടുക്കാൻ പറയാണ്, എന്ത്,
സ്റ്റിമുലസ് കൊടുക്കാൻ പറയാണ്. സ്റ്റിമുലസ് റിലേറ്റഡ് ഏതാണ് വരുന്നത് ഇതില്? പാവ്ലോവ് അല്ലേ? ആ ചോദ്യം മനസ്സിലായില്ല നിങ്ങൾക്ക്? അഭിപ്രായപ്പെടുന്നു അന്ന ലുവ ഭാഷ എന്നുള്ളത് റുദൂദി അഫ്ആലിൻ ഔ ഇസ്തിജാബാത്ത് എന്താണ്? ഒരു റെസ്പോൺസ് ആണ്. മുഅസ്സറാത്തുൽ ഖാരിജിയ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എന്താണ് സ്റ്റിമുലസിന്റെ ഒരു റെസ്പോൺസ് ആണെന്ന് പറയാണ്. സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഇതിൽ ഏതാ വരുന്നേ? SR തിയറി ആർക്കാ? പാവ്ലോവിനല്ലേ? അപ്പൊ നമ്മൾ ഇവാൻ പാവ്ലോവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാണ്. അപ്പം അദ്ദേഹത്തിന്റെ തിയറിയെ നമ്മൾ പറയപ്പെടുന്നത് ഇസ്തിജാബാത്തു ഷർത്തി അഥവാ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്നാണ് പറയാൻ. ജസ്റ്റ് വായിച്ച് മാത്രമേ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇദ്ദേഹം ഒരു ആലിമുൻ ഫിസിയോളജി, ഒരു ഫിസിയോളജിസ്റ്റ് ആണ്. റഷ്യക്കാരനാണ് കേട്ടോ, റൂസിയാണ്. അത് ഒന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ബിഹേവിയറിസത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമാണ് അദ്ദേഹം പ്രശസ്തനാക്കുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇസ്തിജാബാത്തു ഷർത്തിയ അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി കൊണ്ടുവന്ന ആരാണ്? ഈ പറയുന്ന ഇവാൻ പാവ്ലോവ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ പ്രവർത്തനം നടക്കുന്നത് കിലാബിലാണ് അഥവാ നായയിലാണ്. എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം നടക്കുന്നത്. കാവമ പാവ്ലോവ് നടപ്പിലാക്കി പ്രവർത്തനത്തെ തജാരിബിൻ അലാ കിലാബ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നായയുടെ മേൽ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് ഹൈസലാഹദ അദ്ദേഹം ശ്രദ്ധിച്ചു അന്നഹു യംകിനു തദ്രീബുൽ കിലാബി അലാ റുബത്തി സൗത്തുൽ ജറസ് ബി തഖ്ദീമി തആം. എന്ത് ചെയ്യാം? നമുക്ക് ഫുഡ് നൽകി യംകിനു സാധ്യമാണ് തദ്രീബുൽ കിലാബി ഒരു നായയെ പ്രാക്ടീസ് ചെയ്യാൻ അലാ റുബത്തി സൗത്തുൽ ജറസി ബി തഖ്ദീമി തആം. എന്ത് ചെയ്യാൻ പറ്റും? ബെല്ലടിക്കുന്ന സമയത്ത് ഫുഡ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നായയെ പ്രാക്ടീസ് ചെയ്തെടുക്കാമെന്ന് ആദ്യം വിശ്വസിക്കാണ് പാവ്ലോവ് കണ്ടെത്താണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്താണ് ബെല്ലടിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുക. അതിങ്ങനെ ആവർത്തിക്കുന്ന സമയത്ത് ഓക്കെ, പിന്നെ അങ്ങനെ ചെയ്ത് വന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ ഫുഡ് കാണാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബെല്ല് ശബ്ദം കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ നായയുടെ വായിൽ നിന്നും സലേവ വരാൻ വേണ്ടി തുടങ്ങാണ്. ഇഫ്സാസ് ലിയാബ് എന്ന് വെച്ചാൽ എന്താണ്? സലേവ പുറപ്പെടാൻ വേണ്ടി നായ സ്റ്റാർട്ട് ചെയ്യണം. മിമ്മ യുഹുദി അത് നയിച്ചു ഇല അന്നൽ കിലാബ തീർച്ചയായിട്ടും നായയിലേക്ക് തബ്ദഉ ആരംഭിക്കാനായിട്ട് ബി ഇഫ്സാസ് ലിയാബി സലേവ പുറപ്പെടാൻ ബി മുജ്രിദി സിമായി സൗത്തുൽ ജർസ്. ഓക്കെ, എന്ത് ചെയ്യാണ്? ആ ശബ്ദം കേൾക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ എന്താണ്? ആ ഓൾറെഡി എന്താണ്? ആ എക്സസൈസിലൂടെ കണ്ടീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ആര്? ആ നായ. ഹത്താവയില്ലം വെക്കുല്ലഹ. ഇനി ആ ഫുഡ് കാണിക്കണ്ട, പകരം എന്ത് ചെയ്യാണ്? ആ ഒരു സംഭവം, അതായത് ഫുഡ് കാണാതെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങാണ്? ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ എന്ത് ചെയ്യാണ്? അത് നായ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും തജ്രിബത്തി പാവ്ലോവിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ തുവല്ലിഹു അത് വ്യക്തമാക്കുന്നു കൈഫ യംകനുൽ സുലൂക്കിയാത്ത് അൻ തകൂന റുദൂദി അഫ്ആലിൻ ഇസ്തിജാബാത്തുൽ മുഅസ്സറാത്തുൽ ഖാരിജിയ. അതെങ്ങനെയാണ് ബിഹേവിയറുകളൊക്കെ തന്നെ ഒരു റുദൂദി അഫ്ആലിൻ ഇസ്തിജാബാത്ത് എന്താണ് റെസ്പോൺസുകളായി മാറുന്നത്. അഥവാ നമ്മള് അങ്ങോട്ട് കൊടുക്കുന്ന എന്താണ്? അങ്ങോട്ട് എന്താ കൊടുക്കുന്നത്? സ്റ്റിമുലസിനനുസരിച്ച് കൊണ്ട്. ഓക്കെ, സ്റ്റിമുലസ് തന്നെ കണ്ടീഷൻഡ് ഉണ്ട്, അൺകണ്ടീഷൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്, പല രൂപത്തിലുണ്ട് സ്റ്റിമുലസുകളെ. നമ്മൾ അത് ഭയങ്കര വിശാലമായ ചർച്ചയാണ് കേട്ടോ. ഞാൻ അത്രയൊന്നും നിങ്ങളുടെ ക്ലാസ്സിൽ പോലും പറയാത്തതാണ്. ബിഹേവിയർസത്തെ പറ്റി ഭയങ്കര വലിയ നോട്ടൊക്കെ കയ്യിലുണ്ട്. അന്ന് നിങ്ങൾക്ക് ചോദിക്കൂലെന്നിട്ട് പറയാതിരുന്നതാണ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാവാൻ എന്താണ്? ഒരു കുട്ടിക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന എന്ത് സ്റ്റിമുലസിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാം? അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമെന്ന് എന്ത് ചെയ്യാണ്? പാവ്ലോവിന്റെ തിയറി പ്രതിപാദിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ഈ തിയറി പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം. സ്കിന്നർ അന്ന തിഫ്ലി യുവല്ലിദു വദിഹിനിഹി സുഫഹത്തി സൗദാഇ ഖലറാഇ ഹുമറാഇ ബൈദ. സ്കിന്നർ അഭിപ്രായപ്പെടുന്നത് ഒരു കുട്ടി ജനിക്കുന്നത് അവന്റെ തലച്ചോർ എന്ന് പറയുന്നത് ഓക്കെ, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവന്റെ അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്നത് അവന്റെ തലച്ചോറ് കറുത്ത പാത്രമായിട്ടാണോ, പച്ചപാത്രമായിട്ടാണോ, ചുവപ്പ് പാത്രമായിട്ടാണോ,
ബൈള വെള്ളപ്പാത്രമായിട്ടാണോ അല്ലെങ്കിൽ വെള്ളപ്പാത്രമായിട്ടാണോ എങ്ങനെയാണ്? ഫി സഫ്ഹത്തിൽ ബൈള എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാല് that a child is born with a mind like a blank slate. ഒരു കുട്ടി എന്താണ്? ഒരു കുട്ടി ജനിക്കുന്നത് ഒരു ഒഴിഞ്ഞ പാത്രത്തെ പോലെ, സ്ലേറ്റ് എന്താണ്, ബ്ലാങ്ക് സ്ലേറ്റിനെ പോലെയാണ്. എന്നിട്ട് പറയുന്നതാണ് ഇൻഡിവിജ്വൽസ് ആർ ബോൺ വിത്തൗട്ട് ബിൽറ്റ് ഇൻ മെന്റൽ കണ്ടന്റ് ആൻഡ് ദാറ്റ് ആർ നോളജ് കം ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് പെർസെപ്ഷൻ. സത്യത്തിലും ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് എന്തല്ല, അവന്റെ മനസ്സിന്റെ അകത്ത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ സുബീന ടീച്ചർ ജനിച്ചു വീണത്? അല്ല, ഒന്നും അറിയാത്ത, തലച്ചോറിന്റെ അകത്ത് ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്യാനുണ്ട്, ടീച്ചർ പോവെ ടീച്ചർ എക്സ്പീരിയൻസ് ചെയ്ത, ടീച്ചർ അനുഭവിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ടീച്ചർ പെർസെപ്ഷൻ ചെയ്ത, അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തി മനസ്സിലാക്കിയ ചില വിഷയങ്ങളിലൂടെയാണ് ടീച്ചറിന്റെ നോളജ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഇത് ആരുടെ അഭിപ്രായമാണ്? സ്കിന്നർ പറഞ്ഞതാണ് അല്ലേ? സ്കിന്നർ അല്ലേ പറഞ്ഞത്? സ്കിന്നർ അല്ലേ പറഞ്ഞത്? നമ്മളിവിടെ പറഞ്ഞല്ലേ ചെയ്തത്. ആ സ്കിന്നർ എന്താ പറഞ്ഞേ? ഒരു കുട്ടി ജനിച്ചു വരുമ്പോ എല്ലാ വിഷയങ്ങളും അറിഞ്ഞിട്ടല്ല ജനിക്കണേ. പകരം എന്താണ്, അവന്റെ സാഹചര്യങ്ങളാണ് അവനെ പല കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെയും പെർസെപ്ഷനിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവൻ മനസ്സിലാക്കണേ എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ആലിമുൻ നഫ്സിയുൻ ഖദ്ദമ ഖവാനീന തഅല്ലും. ഈ കുറെ ലോസ്, എഡ്യൂക്കേഷൻ ലോസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലോസഫർ ആരാണ്? സൈക്കോളജിസ്റ്റ് ആരാണ്? സ്കിന്നർ ആണോ, തൊണ്ടേക്ക് ആണോ, ബ്ലോം ഫ്ലയർ ആണോ, സൂസയർ ആണോ? ഇതേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാറ്റഗറി 3-കാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ ചോദിക്കും? കുറെ ലോസ് ഉണ്ട്. ലോസ് ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് കുറെ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കണുണ്ടോ? തൊണ്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള തിയറീസ് ഒക്കെ കൊണ്ടുവരുന്നത് അല്ലേ? ലോ ഓഫ് റെഡിനെസ് എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും റെഡിയായി. ആ തിയറി ആരെങ്കിലും ഒന്ന് പറയണേ. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. യഷീറു കാനൂനിൽ അസരി വൻ നത്തീജ. അൽ അസരി വൻ നത്തീജ എന്നുള്ളത് നമ്മൾ നേരത്തെ സ്റ്റിമുലസ് റെസ്പോൺസിന്റെ തിയറി എന്നുള്ളത് ഇല അഹമിയത്തെ, അത് തയ്ക്കുന്നത് അൽ മഷ്റൂഉ ദിറാസി, സ്കൂൾ പ്രോജക്റ്റിലേക്കാണോ, അൽ വാജിബാത്തുൽ മൻസലിയ, എന്താണ് നമ്മുടെ ഹോംവർക്കിലേക്കാണോ, അൽ ഹിസാബ് വൽ ഇഖാബ്, എന്താണ് ഈ ശിക്ഷകളിലേക്കും അതിന്റെ കണക്ക് കൂട്ടുകളിലേക്കൊക്കെയാണോ, തശ്തീഉ വൽ മുകാഫഅത്ത് എന്ന് വെച്ചാൽ പ്രോത്സാഹനങ്ങളിലേക്കാണോ ഈ പറയുന്ന അൽ അസറി വൻ നതീജ നയിക്കുന്നതെന്നാ ചോദ്യം. മിൻ ഐന ഇലാ ഷീർ ഇലാ ഐൻ, അൽ തശ്തീഉ വൽ മുകാഫഅത്ത് എന്നുള്ളത്. ഇനി അടുത്തത് കാനൂനുൽ ഇസ്തിഅദാദ്. എന്താ കാനൂനുൽ ഇസ്തിഅദാദ് എന്ന് വെച്ചാൽ എന്താ? കാനൂന് പറഞ്ഞാല് നിയമമല്ലേ? നിയമമല്ലേ? കാനൂനുൽ ഇസ്തിഅദാദോ? എണ്ണത്തിന് നിയമം. കാനൂൻ എന്ന് വെച്ചാൽ നിയമമാണ്. ഓക്കെ, അറബിയിൽ എന്താ പറയാ? അല്ല, ഇംഗ്ലീഷിൽ എന്താ പറയാ? എന്താണ്? ലോ. കാനൂൻ, ലോ. ലോ എന്നാണ്. ഇസ്തിഅദാദ് എന്ന് വെച്ചാൽ എന്താണ്? ലോ ഇസ്തിഅദാദ്, ലോ ഓഫ് റെഡിനെസ് നമ്മള് തയ്യാറെടുപ്പാ. അതെ. അതായത് ലോ ഓഫ് റെഡിനെസ് എന്നുള്ളതാണ്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, പിന്നെ വേറെ ഏതുണ്ട്?
സന്നദ്ധ നിയമം, ഏതൊക്കെ നിയമങ്ങളുണ്ട് പറയ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ലോ ഓഫ് ആ എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. അതിൽ ലോ ഓഫ് എഫക്റ്റില് അല്ല എക്സസൈസിൽ 2 എണ്ണം വരുന്നുണ്ട്, ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ എന്തിലായിരിക്കും പറഞ്ഞത്? ഇസ്തിഅദാദ് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? ഖുദ്റത്തുൻ അലൽ ഫഹം, കണ്ടന്റ് മനസ്സിലാക്കാനുള്ളതാണോ? ഖുദ്റത്തുൻ അലൽ അദാ, എന്താണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഖുദ്റത്തുൻ അലൽ തഖീൽ, ഭാവനയ്ക്കുള്ള ഒരു കഴിവാണോ? ഖുദ്റത്തുൻ അലൽ തഅലിം, പഠിക്കാനുള്ള ഒരു കഴിവാണ്? എന്താണ് ഇസ്തിഅദാദ് എന്ന് വെച്ച് കഴിഞ്ഞാല്? ഇസ്തിഅദാദുൽ അലൽ അദാ അല്ലെ, കാര്യങ്ങൾ പ്രവർത്തിക്കാന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ ഒഴിവാക്കണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? മടുക്കുന്നുണ്ടോ ക്വസ്റ്റ്യൻ കാണുമ്പോ? ഇല്ലല്ല. ആ, അടുത്തത് യഅ്തബിദു കാനുൽ ഇസ്തിഅദാദ്, ലോ ഓഫ് റെഡിനെസ് അവലംബിക്കുന്നത് അലാ ഷൈഇ, 2 വിഷയങ്ങളിലാണ്. റഗ്ബത്ത് ഫിൽ അമലി വൽ ഖുദ്റ അലൈഹി, എന്താണ് ഒരു വിഷയത്തിലുള്ള ആഗ്രഹവും വൽ ഖുദ്റ അലൈഹി, അത് പ്രവർത്തിക്കാനുള്ളതാണ്. റഗ്ബത്ത് ഫിൽ ഇൽമി, വിജ്ഞാനത്തിലുള്ള താല്പര്യവും വൽ മഹാറത്തു അലൈഹി, അതിലുള്ള കോമ്പിറ്റൻസിയാണ്. റഗ്ബത്ത് അനിൽ ആലം, ലോകത്തെ തൊട്ടുള്ള, ലോകത്തിൽ നിന്ന് വിദൂരമാവുകയും വൽ ഖുദ്റത്ത് അലൈഹി, അതിൽ കഴിവുള്ളാവുകയാണ്. ലോകമല്ല, ഇൽമ്, വിജ്ഞാനത്തെ പറ്റി. അടുത്തത് റഗ്ബത്തി അനിൽ അമലി വൽ മഹാറത്ത് അലൈഹി, എന്താണ് ഈ അൻ അമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് അറിയാമോ? അഥവാ അതിൽ നിന്നും വിദൂരത്താവുക എന്ന അർത്ഥത്തിലാണ്. അതായത് പ്രവർത്തിക്കാതിരിക്കുകയും അതിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിൽ ഭയങ്കര മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. മടിയന്മാരുടെ അപ്പുറത്തെ മടിയന്മാരാവുക. ഇതിൽ ഏതാണ് ഇസ്തിഅദാദുമായി ബന്ധപ്പെട്ട് പറയാ? ലോ ഓഫ് റെഡിനെസ് എന്താ പറയണേ? ടു റെഡി ദ വർക്ക് എന്നാണ്. അപ്പൊ ഏതിലായിരിക്കും കറക്റ്റ് പറഞ്ഞേ? ജുമാല ടീച്ചർ പറഞ്ഞതുപോലെ റഗ്ബ ഫിൽ അമലി വൽ ഖുദ്റ അലൈഹി. ജുമാല ടീച്ചറെ, ഹലോ ടീച്ചറെ, എന്താ ഈ ലോ ഓഫ് റെഡിനെസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ ഇവർക്ക്. ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയെ നമ്മൾ പഠിക്കാൻ സന്നദ്ധതയാക്കുക. അതുമല്ല, ആ കുട്ടിയെ തയ്യാറായിരിക്കണം. ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി അതിന് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. എന്നാലാണ് ആ പഠിക്കുന്ന കാര്യം ആ കുട്ടിക്ക് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ, ഇത് തന്നെയാണ്. അതായത് ഒരു കുട്ടി എന്താണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാണ്. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം എന്നുള്ള രൂപത്തിൽ ആദ്യം ഒന്ന് റെഡി ആയിരിക്കണം. അതാണ് റഗ്ബ ഫിൽ അമൽ, പ്രവർത്തിക്കാൻ നിങ്ങൾ താല്പര്യരായിരിക്കണം. അവർ ഖുദ്റ അലൈഹി, അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ വേണം. ഇതല്ലേ ഇസ്തിഅദാദ് എന്ന് വെച്ചാൽ? ലോ ഓഫ് റെഡിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയാം. അടുത്തത് ലോ ഓഫ് റെഡിനെസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. ഈ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് യൂസ് ഒന്നും ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അടുത്തത് ഇഖ്തറൽ ഖാത്തിഅൻ, അതായത് സുലൂക്ക്, ബിഹേവിയറിസം റിലേറ്റഡ് അല്ലാത്ത എന്താണ്? തഅസീസ് വൽ ഇഖാബ് ആണോ? മുസീർ വൽ ഇസ്തിജാബയാണോ? സുലൂക്കാണോ? മിന്തിക്ക് തൻമിയത്തുൽ കലിമ. തഅസീസ് വൽ ഇഖാബ് എന്ന് വെച്ചാൽ എന്താണ്? തഅസീസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇഖാബ്, ശിക്ഷിക്കുക. അതുപോലെ മുസീർ വൽ ഇസ്തിജാബ എന്തെങ്കിലാണ്? സ്റ്റിമുലസ് റെസ്പോൺസ്. ബിഹേവിയർ, സുലൂക്ക്. മിന്തിക തൻമിയത്തുൽ കരീബ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. വെരി ഗുഡ്, ഡി തന്നെയാണ് ശരിയായ ഉത്തരം. അത്തർത്തീബുൽ അസഹി ഫി അമലിയത്ത് തതവ്വുർ സുലൂക്ക് ഇൻദൽ ഫർദ്, ഒരു എന്താണ് ഒരു കുട്ടിക്കിടയിൽ എങ്ങനെയാണ് ഒരു ബിഹേവിയർ രൂപപ്പെടുന്നതാണ്? നഷാത്ത്, തദ്രീബ്, തജ്രിബത്ത്, സുലൂക്ക്. നഷാത്ത് പ്രവർത്തനം കൊടുക്കുക, തദ്രീബ് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, തജ്രിബത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുക, സുലൂക്ക് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതല്ല നഷാത്തിന് ശേഷം, പ്രവർത്തനത്തിന് ശേഷം എക്സ്പീരിയൻസും അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ബിഹേവിയറിലേക്ക് എത്തുക എന്നാണ്. അതല്ല ആദ്യം പ്രാക്ടീസ് ചെയ്യുക, പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ പ്രവർത്തനം കൊടുക്കുക, ബിഹേവിയറിലേക്കാണ് വരുന്നത്. അതല്ല ആദ്യം എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അത് പിന്നെ പ്രവർത്തനങ്ങളിലേക്ക് ചെന്നെത്തും, അത് പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ബിഹേവിയറിലേക്ക് എത്തും. ഏതാ കറക്റ്റ് ആയിട്ട് വരാം? ആദ്യം എന്ത് ചെയ്യണം? ഒരു പ്രവർത്തനത്തിലേക്ക് വരാ, അല്ലെ? ഓപ്ഷൻ എ തന്നെ ശരി. ഉദാഹരണം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം നിങ്ങള് പെഡഗോജി ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്
അജുസാറ് വെക്കുന്ന സമയത്തൊക്കെ കയറുക എന്നുള്ളത് നിങ്ങളുടെ എന്താണ് ഒരു പ്രവർത്തനമായിരുന്നു. അത് പിന്നെ എന്ത് ചെയ്തു, നിങ്ങൾ അത് കുറച്ചു വട്ടം ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്, സാറിന്റെ ക്ലാസ്സിൽ കേട്ടാൽ കുറെ പെഡഗോജി പഠിക്കാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോ നിങ്ങള് പെഡഗോജിയുടെ ലിങ്ക് കണ്ട് നിങ്ങളെ കൈ അറിയാതെ എന്ത് ചെയ്യും, ആ ലിങ്കിൽ കൊണ്ട് ടച്ച് ചെയ്ത് കയറി നിങ്ങളത് ഓണായി കിട്ടിയിട്ട് നിങ്ങൾ അടുക്കളയിൽ പോയി ജോലി എങ്ങനെയും ചെയ്യും. പക്ഷെ സംഭവം എന്താ, അത് അജുസാറിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ്. പഠിക്കോ പഠിക്കാത്തൊക്കെ വേറെ കാര്യമാണ്. മറിച്ച് ലിങ്ക് കണ്ടാൽ നിങ്ങളെ കൈ അറിയാണ്ട് അവിടെ തൊട്ടുപോകും. എന്തുകൊണ്ടാ, നിങ്ങൾ ആദ്യ ക്ലാസ്സുകളിൽ കയറാന്നുകൊണ്ടാ. ഇനി വേറെ ഒരു ക്ലാസ് നിങ്ങൾ കയറി, നിങ്ങൾ കണ്ട സമയത്ത് നിങ്ങൾക്ക് ബോറടിച്ച് നിങ്ങൾ ചത്ത ഉറങ്ങി അറിഞ്ഞു. അത് പിന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു വട്ടം നിങ്ങൾ ചെയ്തപ്പോൾ എന്താണ്, നിങ്ങളെ പ്രാക്ടീസ് ആണ് രണ്ടാമത് ചെയ്തപ്പോൾ ഇതേ അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി. എന്താണ്, ഈ ലിങ്ക് കണ്ടാൽ കൈ കൊണ്ട് തൊടാൻ പാടില്ല, എർത്തടിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ലിങ്ക് കണ്ട പിന്നെ തൊടോ, ഉറക്കത്തിലാണെങ്കിലും തൊടോ? ആർക്കൊന്നും മറുപടി ഇല്ലേ? ഇപ്പൊ അജുസാറ് ബലാ ക്ലാസ് എടുത്തെന്ന് വെച്ചോ, അജുസാറിന്റെ ബലാ ക്ലാസ്സൊക്കെ നിങ്ങൾ കയറോ? ഇല്ല, കയറൂല. കാര്യം എന്താ, നിങ്ങൾ ഉറങ്ങും, നിങ്ങൾക്കറിയാം. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ എന്നെ ട്രോളാനേ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്നെ ട്രോളാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഉള്ളു കേട്ടോ. ഞാൻ എന്നെ സ്വയം പൊക്കിയടിച്ച് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ഒന്ന് SP അടിച്ച് പറഞ്ഞതല്ല, ഞാൻ ഒരു ഇതിൽ പറഞ്ഞതാണ്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കലും എന്റെ ക്ലാസ് വലുതാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഓക്കെ. പിന്നെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, എന്റെ ക്ലാസ് ഓക്കെ ആണെന്ന് എനിക്കറിയാം. ഇത് വേറെ കാര്യം. ഓക്കെ, അടുത്തത് അസ്ഹാബു നളരിയത്തു തർബവിയത്തിൽ ഹദീസ. വാട്ട് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. യുആരിദു മഅ നളരിയത്തി സുലൂക്കിയ ലിഅന്നഹ. ഇത് ഒരാൾ ഇപ്പൊ റിസ ഉണ്ടോ? റിസ ഇല്ല. റിൻഷ ഇല്ല. റിൻഷ ഉണ്ട്. റിൻഷ എന്റെ മാന ഒന്ന് വായിച്ചേ, എനിക്ക് പെട്ടെന്ന് അർത്ഥം കിട്ടല്ലോ. ഒന്ന് വായിച്ചേ. വായിക്ക് കുട്ടി, അർത്ഥം നമുക്ക് നോക്കാം. ആദ്യം വായിക്ക്, വായന കേൾക്കട്ടെ. അധ്യാപികയായിട്ട് പോകാനുള്ള ആൾക്കാരാ. വായിക്ക്. തർബിയത്തിൽ ഹദീസത്തു യുഹാരിളു മാൻ നളരിയത്തി സുലൂക്കിയ ലിഅന്ന. അർത്ഥം പറ. അസ്ഹാബു നളരിയത്തി തർബിയ എന്ന് വെച്ചാൽ എന്താ? നളരിയാത്ത് പറഞ്ഞ വീക്ഷണങ്ങളല്ലേ? അതായത് പുതിയ കണ്ടംപററി ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ വീക്ഷണത്തിന്റെ വ്യക്താക്കൾ. അസ്ഹാബു നളരിയത്തി തർബിയത്തിൽ ഹദീസ. ഓക്കെ. അടുത്തത് യു ആരദു എന്ന് വെച്ചാൽ എന്താണ്? യു ആരദ. അതെനിക്കറിയില്ല. എതിരിട്ട് നിൽക്കുന്നു, അവരുടെ അഭിപ്രായം ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ആരോടൊപ്പം? നളരിയത്ത് സുലൂക്കിയ. എന്തുമായി ബന്ധപ്പെട്ട്? ബിഹേവിയർസ് തിയറി, ചേഷ്ടാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ എന്താണ് സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അഭിപ്രായങ്ങളെ എതിരഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ഓരോന്നിട്ട് വായിച്ചേ. മബനിയുൻ അലൽ ഇഖ്തിബാരി വത്തജ്രീബിയത്തി ഫി സുലൂക്കി ദാരിസീന. എന്ന് വെച്ചാൽ മബനിയുൻ അല, അതായത് അവരുടെ ആ എക്സ്പെരിമെന്റുകൾ നൽകപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനം നൽകപ്പെടുന്നു എന്തിന്റെ മേൽ? അല്ല ഇഖ്തിബാർ. ഇഖ്തിബാർ എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പഠിച്ചിട്ടില്ലേ? ടെസ്റ്റ് ചെയ്യുക. തജ്രിബത്ത് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. ഫി സുലൂക്കി ദാരിസീൻ. ഓഫ് ആക്കിയോ? ഫി സുലൂക്കി ദാരിസീൻ എന്താണ്? വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ. അടുത്തെന്താണ്? മബ്നിയുൻ അലൽ ഇഖ്തിബാരി വത്തജ്രിബ ഫി സുലൂക്കിൽ മുദർരിസീൻ.
അധ്യാപകരുടെ ശബ്ദം എന്താണ് ബിഹേവിയറിൽ നിന്നാണ് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് നടത്തിയിട്ടുള്ളത് അവര്. അതുപോലെ മബനിയൽ ഇഖ്തിബാരി വ തജ്രിബതൻ അല സുലൂക്കിൽ ഹയവാനാത്ത്, അവര് പഠിച്ചത് എന്താണ് മൃഗങ്ങളുടെ സ്വഭാവത്തെ പഠിച്ചിട്ടാണ് അവരുടെ എക്സ്പെരിമെന്റുകളും അതുപോലെ തന്നെ ടെസ്റ്റുകളും നടന്നിട്ടുള്ളത്. അതല്ല മബനിയൽ അല ഇഖ്തിബാരി ഹാലാത്തുൽ ഇൻസാനി വ ഖളായഹു, മനുഷ്യന്റെ പ്രശ്നങ്ങളും അവസ്ഥകളും പഠിച്ചിട്ടാണ് അവരുടെ ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായത്? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാരൊക്കെ ഉപയോഗിക്കാത്തല്ലേ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ വായിച്ചില്ല എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുമായിരുന്നു. മൃഗങ്ങളിലാ ചെയ്തേക്കണെന്ന് അറിയാനു. അല്ല, ഞാൻ ചോദ്യം അതല്ല, ഈ ക്വസ്റ്റ്യന് വായിച്ചിട്ടില്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോ അയ്യോ ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ടാ നമ്മൾ നോർമലി ഏതെങ്കിലും കൊണ്ട് കറക്കിക്കുത്തലല്ലേ ചെയ്യുന്നത്, അല്ലേ? ഇത് കണ്ട വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷെ വലിയ ക്വസ്റ്റ്യൻ ആണോ? ഒന്നുമില്ല. ഇങ്ങനെ മറ്റേ ഒളിപ്പിച്ച് വെക്കും, പക്ഷെ അതിൻ്റെ അതൊന്നുമില്ല. വായിച്ച ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, സിമ്പിളായിട്ട് എത്താൻ പറ്റും. എല്ലാവരുടെ കാര്യം അല്ലാട്ടോ പറഞ്ഞത്, ഞാൻ കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞാണ്. ഇപ്പൊ എന്നെ പോലെയൊക്കെ ഉള്ള ആദ്യത്തെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നമ്മൾ കുറച്ച് മുസ്തലഹാത്തുകൾ പഠിക്കണം കേട്ടോ. കുറച്ച് മുസ്തലഹാത്തുകൾ പഠിക്കാണ്. സുലൂക്ക് എന്ന് വെച്ചാൽ ബിഹേവിയർ, മുഹ്ഫസുൽ മുസീർ എന്ന് വെച്ചാൽ സ്റ്റിമുലസ് എന്ന് പറയാം കേട്ടോ. മുസീർ എന്നും പറയാം, മുഹ്ഫസ് എന്നും പറയാം. ഇസ്തിജാബ എന്ന് വെച്ചാൽ റെസ്പോൺസ്, തഅസീസ് എന്ന് വെച്ചാൽ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കലാണ്, റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കലാണ്. ഇക്കാബ് എന്ന് വെച്ചാൽ പണിഷ്മെന്റ് കൊടുക്കലാണ്. ഇനി തഖയ്യുഫുൽ ക്ലാസിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ്. ഓക്കെ, ഇത് തഖീഫ് എന്നും പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു വാചകമാണ് മുസ്തരിത്ത എന്ന് പറയാം. കണ്ടീഷനിങ് എന്ന് പറയുന്ന സാധനം, കണ്ടീഷനിങ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ എന്താണ്, അതായത് മുഹാവല വൽ ഖത എന്ന് വെച്ചാൽ എന്താണ്, ട്രയൽ ആൻഡ് എറർ എന്നാണ്. പിന്നെ നമ്മുടെ തൊണ്ടാക്കിന്റെ 3 സാധനമാണ് ലോ ഓഫ് എഫക്ട്, കാരണം അസരി വൻ നതീജ, കാരണം ഇസ്തിഅദാദ് ലോ ഓഫ് റെഡിനെസ്, കാരണം തദ്രീബ് ലോ ഓഫ് എക്സസൈസ്. ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ബിഹേവിയറിസം ഇതോടുകൂടി കഴിഞ്ഞിട്ടോ. ബിഹേവിയറിസത്തിന്റെ പ്രധാനപ്പെട്ട നിലവിലുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ബിഹേവിയറിസത്തിൽ ഇനി ഒരു ചോദ്യം ബാക്കിയില്ല. PYQ എല്ലാം കംപ്ലീറ്റ് ആക്കി, നിങ്ങൾ പഠിച്ചു. 25 ചോദ്യങ്ങളും പഠിച്ചില്ലേ? ആലോചിക്കാം, ആലോചിച്ചിട്ട് പറയാം. 2 ദിവസം കഴിയട്ടെ. അടുത്തതിലേക്ക് പോവാന്ന് നിർത്തണോ? ദിവസ 1.5 മണിക്കൂറായിരുന്നു. എനിക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല. പോകാം, നിർത്താം. ഓപ്ഷൻ A or B ടൈപ്പ് ചെയ്യൂ. പോകാം. ഓക്കെ, നിർത്താം. ഓക്കെ, നമ്മൾ അധികം ആൾക്കാരുടെ ഇതിനെ ഞാൻ മാനിക്കുന്നു. അടുത്തത് നളറിയത്തുൽ മഅറഫിയ ഫി ഇക്തിസാബിൽ ലുഗ തഹ്തമ്മു ബിഅവാമിൽ. ഓക്കെ, കൊഗ്നിറ്റിവിസത്തിന്റെ പ്രത്യേകിച്ചും ഈ ലാംഗ്വേജ് അക്വിസിഷനിലെ കൊഗ്നിറ്റിവിസത്തിന്റെ തിയറീസ്, കൊഗ്നിറ്റിവിസം തഹ്തമ്മു ബിൽ അവാമിൽ, അത് എന്ത് എലമെന്റുകളൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ദാഖിലിയ ഇന്റേണൽ ആയിട്ടുള്ളതാണോ, ഖാരിജിയ എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണോ, അൽ ഇജ്തിമാഇയ സോഷ്യലി ആയിട്ടുള്ളതാണോ, അസ്സഖാഫിയ കൾച്ചറൽ റിലേറ്റഡ് ആണോ. അതായത് കൊഗ്നിറ്റിവിസം എന്ന തിയറി മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ കൊഗ്നിറ്റിവിസം പ്രവർത്തിക്കപ്പെടുന്നത് ഇന്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണോ, എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണോ, സോഷ്യോ റിലേറ്റഡ് ആണോ, കൾച്ചറൽ റിലേറ്റഡ് ആണോ, ഏത് റിലേറ്റഡ് ആണ് കൊഗ്നിറ്റിവിസം പറയണേ? എന്താ കൊഗ്നിറ്റിവിസം എന്ന് അറിയാന്നുള്ള ഒരാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. മുഅസ്സറാത്തുൽ ഖാരിജിയ, മുഅസ്സറാത്തുൽ ദാഖിലിയ, മുഅസ്സറാത്തുൽ ഇജ്തിമാഇ, മുഅസ്സറ സഖാഫി, അങ്ങനെയും പറയാം. എന്താ ഈ കൊഗ്നിറ്റിവിസം എന്താ? ബ്രൂണറിന്റെ തിയറിയാണ് കൊഗ്നിറ്റിവിസം. പിന്നെ കുട്ടി പഠിക്കുമ്പോ എങ്ങനെയാ പഠിക്കണേ? സ്വന്തമായിട്ട്
അവൻ ചിന്തിച്ചിട്ടല്ലേ, തലച്ചോറ് ഉപയോഗിച്ചിട്ടല്ലേ. തലച്ചോറിനെ കുറിച്ച് പറയണത് ബിഹേവിയറിസത്തിലല്ലേ, അല്ലേ? ബിഹേവിയറിസത്തിലല്ലേ തലച്ചോറിനെ കുറിച്ച് അല്ല പറഞ്ഞത്? അല്ലല്ല ആ, അല്ല 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 കൊഗ്നിറ്റീവിസത്തിനാണ്. അവിടെ കൊഗ്നിറ്റീവിസത്തിൽ. ആ, അപ്പം ഈ തലച്ചോറിനകത്താണോ പുറത്താണോ തലച്ചോറുള്ളത്, തലയുടെ? ഉള്ളില്. അപ്പൊ ഉള്ളിലെങ്കിൽ ദാഖിലിയ എന്നല്ലേ പറയേണ്ടത്. ദാഹിലിയ ദാഹിലിയ. പക്ഷെ ഇവിടെ പലരുടെയും പുറത്താണ് തലച്ചോറുള്ളത് കേട്ടോ. മറ്റേ വയറ്, കൊടവയറ് പോലെ പുറത്തുണ്ട്. പുറത്തുള്ളത് വിൽക്കാൻ കൊടുത്തിട്ടുണ്ടോ? ഇന്റേണൽ ആയിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. നമ്മൾ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എന്താണ് അതായത് കൊഗ്നിറ്റിവിസം എന്ന് പറഞ്ഞ സാധനം ഭാഷ പഠിക്കുന്നത് എന്താണ്, അവന്റെ തലച്ചോറിലൂടെ എന്നാ പറഞ്ഞേ. ഈ നമ്മുടെ ഇങ്ങനെ ഉണ്ടല്ലോ, നോം ചോംസ്കിയുടെ തിയറി എന്ത് റിലേറ്റഡ് ആണ്? അത് കൊഗ്നിറ്റിവിസവും കൺസ്ട്രക്റ്റിവിസവും റിലേറ്റഡ് ആണ്. ഒരു മിനിറ്റ്. കേട്ടല്ലോ, മിണ്ടാതിനെ ഇറക്കി വിടും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, നദരിയത്തുൽ മഅറഫിയ, കൊഗ്നിറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, കുട്ടി പഠിക്കുന്നത് എന്താണ്, തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് മിൻ അസ്ഹാബി നദരിയത്തുൽ മഅറഫിയ, കൊഗ്നിറ്റീവിസത്തിന്റെ വക്താക്കൾ ആരൊക്കെയാണ്? ബ്രൂണർ ആണോ, സ്കിന്നർ ആണോ, തൊണ്ടേക്കാണോ, പാവ്ലോവ് ആണോ? ഓക്കെ, ബ്രൂണർ ആണെന്നുള്ളതാണ്. വെരി ഗുഡ്. മൻഹുവ റായിദു നദരിയത്തുൽ ബന്നാഇയത്തുൽ മഅറഫിയ. എന്താ നദരിയത്തുൽ ബന്നാഇയത്തുൽ മഅറഫിയ എന്ന് വെച്ച് കഴിഞ്ഞാല്? കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ആ, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ് പിതാവ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ? ബ്രൂണർ. ബ്രൂണർ ആണ്. ആണോ? ആണോ? ബ്രൂണർ ആണോ? അതെ, പിയാഷെയാണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ്. നമ്മൾ പറഞ്ഞത് കൊഗ്നിറ്റീവിസത്തിന്റെ അല്ല, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസമാണ്. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഇവിടെ നിന്ന് പോ, ഉണ്ടായിരിക്കൂലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് റായിദു നദരിയത്തുൽ ഇജ്തിമാഇയ്യത്തുൽ മഅറഫിയ, കൊഗ്നിറ്റീവ് സൈക്കോളജി കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ് ആരാണ്? വൈഗോട്സ്കി ആണോ, നോം ചോംസ്കി ആണോ, ജീൻ പിയാഷെ ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? കൊഗ്നിറ്റീവ് സോഷ്യൽ ആണ് ഇതിന്റെ. ഓക്കെ, ശ്രദ്ധിക്കണം. കൊഗ്നിറ്റീവ് സോഷ്യൽ തിയറിയുടെ പിതാവ് ആരാണ്? ഓക്കെ, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. ഉത്തരം വൈഗോട്സ്കി ആണ്. ഓക്കെ, വൈഗോട്സ്കി ആണ്. ഓക്കെ, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ് ആരാണ്? ജീൻ പിയാഷെ ആണ്. പക്ഷേ കൊഗ്നിറ്റീവ് സോഷ്യൽ തിയറിയുടെ പിതാവ് ആരാണ്? വൈഗോട്സ്കി ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് സോഷ്യൽ തിയറി എന്നും പറയാറുണ്ട്, വൈഗോട്സ്കിയുടെ തിയറി. അതുപോലെ തന്നെ ആലിമുൻ നഫ്സിയുൻ ഖദ്ദമ നദരിയത്തുൽ നമുൽ അഖലി. എന്താ നദരിയത്തുൽ നമുൽ അഖലി എന്ന് വെച്ച് കഴിഞ്ഞാല്? നദരിയത്തുൽ നമു അൽ അഖലി. Who is the psychologist that introduced the theory of cognitive development? Cognitive development തിയറി മുന്നോട്ട് വെച്ച പ്രധാന സൈക്കോളജിസ്റ്റ് ആരാന്ന് ചോദിച്ചു. ആരാ? കൊഗ്നിറ്റീവ് സൈക്കോളജി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതേ സമയം നിങ്ങളെങ്ങാനും മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെ, അതിന്റെ അറബിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട് അല്ലേ? നിങ്ങളൊക്കെ അടി കിട്ടണം, വെറുതെ അടിയൊന്നും തന്നാൻ പറ്റൂല. എന്താണ് വെറുതെ മനുഷ്യൻ പഠിപ്പിക്കണേ? നിർത്തിപ്പോട്ടെ.
വേണ്ട. ഞാൻ നിർത്തണ്ട. പറയല്ലേ ചെയ്തത് പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞല്ലേ ചെയ്തത്. നിങ്ങൾ എന്നിട്ട് നോക്കിയോ, റിവൈസ് ചെയ്തോ ക്ലാസ്? എവിടെ നിന്ന്? ജീൻ പിയാഷെയാണ്. ഫിൽ ബന്നാഇയ, കൺസ്ട്രക്റ്റിവിസത്തിൽ 2 ടൈപ്പ് തിയറീസ് ഉണ്ട്. അത് ബന്നാഇയത്തുൽ മഅറഫിയ, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ തന്നെ ബന്നാഇയത്തുൽ ഇജ്തിമായ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇതില് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം കൊണ്ടുവരുന്ന ജീൻ പിയാഷെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൊണ്ടുവരുന്നത് വൈഗോട്സ്കി ആണ്. ഇനി മറ്റൊരു ചോദ്യം, ജീൻ പിയാഷെ മിൻ റുവാദി നളരിയത്ത് സുലൂക്കിയ അൽ മഅറഫിയ അത്തൊബിഇയ ജസ്റ്റാൾട്ട്. ഓക്കെ, മഅറഫിയ എന്നുള്ള. ഓക്കെ, അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോണ അടുത്തതായിട്ട് ഒരു സൂയിസ്ര അഥവാ സ്വിറ്റ്സർലാൻഡ് പണ്ഡിതനായിരുന്ന ഒന്ന് മൈക്ക് ഓഫ് ആക്കണേ, ആരുടെയെങ്കിലും മൈക്ക് ഓൺ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം സ്വിറ്റ്സർലാൻഡ് ശാസ്ത്രജ്ഞനായിരുന്ന ജീൻ പിയാഷെയുടെ എന്താണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന തിയറിയാണ് നമ്മളിനി പറയാൻ പോണത്. മറ്റൊരു ചോദ്യം, നളരിയത്തു അൽ മർഹലത്തു തൻമവിയ്യത്തി ഇൻദ ജീൻ പിയാഷെ തതആമലു മഅ. ഓക്കെ, ഈ സോഷ്യൽ ഈ തൻമവിയ എന്താണ് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജീൻ പിയാഷെയുടെ അടുക്കൽ ഉള്ള ഡെവലപ്മെന്റ് സ്റ്റേജ് തിയറി റിലേറ്റഡ് ആയിട്ട് തതആമലു മഅ, അത് പ്രവർത്തിക്കുന്നു. അതായത് ജീൻ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് തിയറി എന്തുമായി പ്രവർത്തിക്കുന്നു എന്നാണ്. തൊബിഅത്തുൽ മഅറഫ എന്താണ്, കോഗ്നിറ്റീവ് നാച്ചുറലാണോ? തർക്കീബുൽ മഅറഫ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലാണോ? ബുനിയവിത്തുൽ മഅറഫിയ അതും എന്താണ് സ്ട്രക്ചറൽ കോഗ്നിറ്റീവ്സത്തിലാണോ? ഷക്കിൽ മഅറഫ അതിന്റെ ഒരു രൂപത്തിലാണോ? നാച്ചുറലാണോ, തർക്കീബിലാണോ, ബുനിയയിലാണോ, ഷക്കിലാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ എന്താണ് തൊബിയത്തിലാണ് കേട്ടോ, നാച്ചുറലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഒരു MCQ എന്ന രൂപത്തിൽ പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് അൽ മർഹലത്തുൽ ഹിസ്സിയത്തുൽ ഹർക്കിയ എന്ത് ജീൻ പിയാഷെ. ജീൻ പിയാഷെയുടെ അടുക്കലുള്ള ഹിസ്സിയത്തുൽ ഹർക്കിയ എന്ന് വെച്ചാൽ എന്താ? ഹിസ്സിയത്തുൽ ഹർക്കിയ എന്ന് വെച്ചാൽ ഹിസ് അൽ ഹർക്ക്, പെട്ടെന്ന് കിട്ടും. സെൻസറി മോട്ടോർ സ്റ്റേജ്. അത് ഏത് വർഷമാണ്? ജനിച്ച 2 വയസ്സ് വരെയാണോ? 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണോ? 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയാണോ? 10 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെയാണോ? 0 to 2 എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മൾ നോക്കുന്നത് മറാഹിൽ നമ്മൾ അക്കലി വൽ മഅറഫി ഇൻ ദ ജീൻ പിയാഷെ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ് ഫസ്റ്റ് സ്റ്റേജിനെ പറയാം. മർഹലത്തുൽ ഹിസ്സിയത്തുൽ ഹർക്കിയ, ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ ആയിരിക്കും സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ടാവുക. രണ്ടാമത്തത് മർഹലത്തി മാ ഖബ്ല അമലിയാത്തുൽ നുത്ഖിയ വൽ അമലിയാത്ത് ഔൽ ഇജ്റാഇയ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയും. ഇതിനെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയാം. 2 മുതൽ 7 വയസ്സ് വരെ ആയിരിക്കും. പിന്നെ മർഹലത്തുൽ അമലിയാത്തുൽ മാദിയ ഔൽ അമലിയാത്തുൽ മൽമൂസ ഔൽ മർഹലത്തുൽ ഇയാനിയ അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയും. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. പിന്നെ മർഹലത്തുൽ ഇജ്റാഇയത്ത് സ്വരിയ ഔ തഷ്കീലിയ ഔ തജ്രീദിയ ഔ ദിഖാഉൽ മുജർരിദ, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയും. 11 മുതൽ 15 വയസ്സ് വരെ. യെസ്, പഠിക്കണം. നമ്മൾ ക്ലാസ്സിൽ ഇതുകൊണ്ടാണ് എടുത്തത്. ഇതൊക്കെ നിങ്ങൾ വിചാരിച്ച സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നല്ലേ? ഞാൻ അന്ന് ഭയങ്കര ഡീപ്പായിട്ട് പറയാത്തതെന്ന് അറിയോ? നോട്ട്സ് കാര്യം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം കൂടി പറഞ്ഞ് നിങ്ങൾ താങ്ങൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതെ പോയത്. PY ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ കാറ്റഗറി 3 പ്രത്യേകിച്ച് നോക്കാം കേട്ടോ. കാറ്റഗറി 4 ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ കാറ്റഗറി 3 പഠിക്കണം. ഓക്കെ, മർഹലത്തുൽ ഹിസ്സിയത്തുൽ ഹർക്കിയ എന്ന് വെച്ചാൽ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയാണ്. അതിനകത്ത് സെൻസ് ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുക. പിന്നെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് മർഹലത്തുൽ അമലിയത്തുൽ നുത്ഖിയ അമലിയാത്തുൽ ഇജ്റാഇയ എന്ന് പറയും. അത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. 2 മുതൽ 7 വയസ്സ് വരെയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 11 അമലിയാത്തുൽ മാദിയ അൽ മൽമൂസ അൽ അയാനി, അങ്ങനെയൊക്കെ പല പേരുകൾ അറിയപ്പെടാറുണ്ട്. അതിന് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയും. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്നുള്ളത് മർഹലത്തുൽ സുവരിയ, തഷ്കീലിയ, തജ്രീദിയ, ദിഖാഉൽ മുജർരിദ് എന്നൊക്കെ പറയും. അഥവാ
അതാണ് എന്താണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേറ്റ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് തുബ്ദാഉ മർഹലത്തി തുഫൂല ഫിത്രത്തുൽ ഉംർ. എപ്പോഴാണ് ചൈൽഡ്ഹുഡ് വരണേന്ന്? ഞാൻ ഈ സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഏത് വയസ്സ്? 3 മുതൽ 13 വയസ്സ് വരെയാണോ? ജനിച്ചത് മുതൽ 6 വയസ്സ് വരെയാണോ? 5 to 10 വയസ്സ് വരെയാണോ? ജനിച്ചത് മുതൽ 10 വയസ്സ് വരെയാണോ? എപ്പോഴാണ് ചൈൽഡ്ഹുഡ് വരാന്നുള്ളത് അറിയോ? ഒന്ന് കറക്കി കുത്തി നോക്കി. കാറ്റഗറി 4കാർക്ക് ചോദിച്ചതാ, 3കാർക്കല്ല. ഓക്കെ, നിങ്ങളൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് കഴിഞ്ഞ വലിയ കിളവന്മാരെന്ന? അതല്ല, ലോകത്തിൽ എന്തോ ഭയങ്കര ആയിരുന്നു നിങ്ങളൊക്കെ വിചാരം. ഏതെങ്കിലും ടീച്ചേഴ്സ് 13 വയസ്സിന് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ LKG പഠിപ്പിക്കുന്ന രൂപത്തിലല്ലാതെ എന്തോ വലിയ സംഭവമായിട്ട് തോന്നി പഠിപ്പിച്ചിട്ടുണ്ടോ? എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കാണ്. 1-ലെ 2-ലെ കുട്ടികളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും 9ാം ക്ലാസ് 8ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അല്ലെങ്കിൽ UP കാലഘട്ടം വരെ അല്ലേ? 10ാം ക്ലാസ്സുകാരനല്ലാതെ എന്തെങ്കിലും പ്രയോറിറ്റി ഏതെങ്കിലും സ്കൂളിൽ കൊടുക്കാറുണ്ടോ? വേറെ ഏതെങ്കിലും ക്ലാസ്സുകാർക്ക് കൊടുക്കാറുണ്ടോ? എന്റെ അറിവിൽ ഇല്ല എന്നാണ്. കൊടുക്കാറില്ല. എന്തുകൊണ്ടാ? അവരതുവരെ കുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പം കുട്ടിയല്ല. എന്താണ്? അവന്റെ ഇതിലേക്ക് കടന്നു, അഡോളസൻസിലേക്ക് കടന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് 13 വയസ്സിന് ശേഷം അഡോളസൻസിലേക്ക് പോവാം. അതുവരെ കുട്ടിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ചൈൽഡ്ഹുഡ് എന്ന് പറയണത് 3 മുതൽ 13 വയസ്സ്, 11, 13 വയസ്സ് വരെയാണ് എന്ത് പറയാ? ചൈൽഡ്ഹുഡ് എന്ന് പറയാം. ആ ചൈൽഡ്ഹുഡിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് എന്നും മിഡിൽ ചൈൽഡ്ഹുഡ് എന്നും പറയാറുണ്ട്. എന്തൊക്കെയാണ് ഏർലി ചൈൽഡ്ഹുഡും മിഡിൽ ചൈൽഡ്ഹുഡും? ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയും മർഹലത്തുൽ മുബക്കറ എന്ന് പറയും, തുഫൂലത്തുൽ മുബക്കറ എന്ന് പറയും. അത് 3 to 7 വയസ്സ് വരെയാണ്. 3 മുതൽ 7 വയസ്സ് വരെയാണ്. ഇനി തുഫൂലത്തുൽ ഉസ്ത എന്ന് പറയാം. എന്താണ്? മിഡിൽ ചൈൽഡ്ഹുഡ്. അത് 7 to 13 വയസ്സ് വരെയാണ്. ഇനി മറ്റൊരു സാധനമാണ് അഡോളസൻസ് എന്ന് പറയും, അഥവാ മറഹലത്തുൽ മുറഹക്ക എന്ന് പറയാം. മുറഹക്ക അത് 13 to 12 to 19 വരെയുള്ള കാലഘട്ടമാണ്, 18 വരെയുള്ള കാലമാണ്. ഈ അഡോളസൻസ് ഓർത്തിരിക്കുക എളുപ്പമാണ്. 13 to 19 വരെയുള്ള കാലഘട്ടമാണ് പഠിച്ചിരുന്നത് കേട്ടോ. 13 to 19 വരെ നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം 18 പഠിക്കേണ്ട, 19 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് ടീൻ വരൂലേ? 13, 14, 15, 16, 17, 18, 19 ഇതിനാണ് ടീനേജ് എന്ന് പറയാം. ആ ടീനേജിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയാം. ഓക്കെ, അത് ആ 13 to എന്ന് തന്നെ കാരണം ടീൻ എന്ന വാക്ക് വരുന്നുണ്ടല്ലോ. അതാണ് 12 വരെ വന്നിട്ട് 13, 14, 15, 16, 17, 18, 19 അങ്ങനെ ടീൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് 20 എന്നല്ലേ പറയണത്, ടീൻ എന്നല്ലല്ലോ പറയണത്. അതുകൊണ്ടാണ് 20 കൂട്ടാതെ 19, 18 വരെ 19 വരെയൊക്കെ പറയുന്നത്. 19 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് 19 പറയാന്ന് പറയുന്ന ആൾക്കാർ. ഇനി മിൻ ഖസായിസി മറാഹിൽ നമ്മൾ മാറഫി എന്ന ജീൻ പിയാഷെ. ജീൻ പിയാഷയുടെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പ്രത്യേകത എന്താണ്? അന്ന കുല്ലു മർഹലത്തിൻ മുൻഫസത്തിൻ ഉഖ്റ. ഓരോ സ്റ്റേജും മറ്റു സ്റ്റേജിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. അന്ന കുല്ല മർഹലത്തിൻ തുഅസ്സിറു വ തതഅസ്സിറു ബി മറാഹിൽ ഉഖ്റ. ഓരോ സ്റ്റേജസും മറ്റു സ്റ്റേജും തമ്മിൽ ബന്ധമുണ്ട്. അനൽ അഫ്രാദ മുതസാബിന ഫിൽ ഫിത്രത്തുൽ ഉംരിയ ലിൽ വുസൂൽ ഇലാ ഹാദിഹിൽ മറാഹിൽ. അതായത് പരസ്പരം വയസ്സ് എന്താണ് ഒരുമിച്ച് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സ്റ്റേജസിലൊക്കെ എത്താൻ പറ്റുള്ളൂ. പിന്നെ പറയാണ് ലൈസ ഹുനാക ഫുറൂഖിൻ ഫർദി. അവിടെ വ്യക്തി വ്യത്യാസങ്ങളില്ല. ഖസായിസു ഹാദിഹിൽ മറാഹിൽ. ഈ ഒരു എന്താണ് മർഹലയുടെ പ്രത്യേകതകൾ എന്നില്ല, വ്യക്തി വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് പറയാണ്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഒന്ന് പറയുന്നത് എന്താണ്? അന്ന കുല്ലു മർഹലത്തിന് ഓരോ സ്റ്റേജസിലും മറ്റ് സ്റ്റേജസുമായി ബന്ധപ്പെട്ടത് എന്തോ ഉണ്ട്. പിന്നെ പറയാണ് അന്ന കുല്ലു മർഹലത്തിന് തീർച്ചയായും എല്ലാ മർഹലകളും തുഅസ്സിറു അത് സ്വാധീനം ചെലുത്തുന്നു, തതഅസ്സിറു ബിൽ മറാഹിൽ മറ്റ് സ്റ്റേജസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു.
പിന്നെ പറയാണ് അന്നൽ അഫ്രാദുൽ മുതസാവൂൻ, എന്താണ് ഒരേപോലെയുള്ള ആൾക്കാര് ഫിൽ ഫിത്രത്തുൽ ഉംറിയ, പ്രത്യേകിച്ചും അവരുടെ വയസ്സിൽ ഉസൂൽ ഇലാ ഹാദിഹിൽ മറാഹിൽ, ഈ കാലഘട്ടങ്ങളിലേക്ക്, ഈ ഒരു സ്റ്റേജസിലേക്ക് എത്തപ്പെടും. ലൈസ ഹുനാക ഫുറൂഖുൻ ഫർദിയത്തിൻ ഫി ഖിസായിസി ഹാദിഹിൽ മറാഹിൽ, എന്തല്ല ഒരു വ്യക്തി വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാണ്. ഇതിലേതാ ശരിയുത്തരം? കാര്യം മനസ്സിലാക്കേണ്ട ആൾക്കാർ കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലെ. കുല്ല മർഹലത്തിൻ തുഅസ്സിറു വതതഅസ്സറു ബിൽ മറാഹിൽ ഉഖറ, ഓരോ മർഹലയും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മർഹലയും കുട്ടിക്ക് സ്വാധീനപ്പെടുത്തുകയും അത് മറ്റ് മർഹലയുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിന് ബന്ധമുണ്ട്. ഇപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജിൽ പഠിച്ച കാര്യങ്ങൾ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഉപകാരപ്പെടൂലേ? ചോദ്യം അതാണ്. പെടൂലേ? പെടും. ഇനി പ്രീ ഓപ്പറേഷനിൽ പഠിച്ചത് കോൺക്രീറ്റ് ഓപ്പറേഷനിൽ വരുമ്പോഴും അതുപോലെ തന്നെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുമ്പോൾ വരൂലേ? പണ്ട് ഒരു പുളിക്കമ്പി കയറിയ സമയത്ത് എന്ത് ചെയ്തു? ഉറുമ്പ് കടിച്ചു. പിന്നെ പുളിക്കമ്പി കയറാൻ നിൽക്കോ പുളി മോട്ടിക്കാന്? ഇല്ല. പകരം എന്ത് ചെയ്യും? കല്ലെടുത്തെറിഞ്ഞ് വാങ്ങും. പുളി തിന്നണമെന്ന് വെച്ചാൽ കല്ലെടുത്തെറിയും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കല്ല് കൊണ്ട് അപ്പുറത്തെ ഒരു മാമന്റെ തലയിൽ വന്ന് വീഴുകയും മാമൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി വീട്ടില്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ കല്ലെടുത്തെറിയാൻ വേണ്ടി നിൽക്കോ? ഇല്ല. തോട്ടിട്ട് പുളി പറിക്കും. അവന്റെ ആഗ്രഹം പുളി തിന്നണാണെങ്കിൽ അവൻ എന്തും ചെയ്യും. അവിടെ നടന്ന ആ ഒരു ഡെവലപ്മെന്റ് മനസ്സിലായോ? ആദ്യത്തെ സ്റ്റേജില് എന്താണ്, അവൻ ഭയങ്കര സംഭവമായിട്ട് എഴഞ്ഞ് അവൻ വിചാരിച്ചവൻ എവിടെ കയറി പോകുന്നു, പുളിമരത്ത് കംപ്ലീറ്റ് ആയിട്ട് കയറിയിട്ട് പറിക്കാന്ന് അവൻ വിചാരിച്ചു. പക്ഷെ പറിക്കാൻ നടന്ന ഇല്ല, ഉറുമ്പ് അടിച്ചു. അതുകൊണ്ടാ പിന്നെ കയറിയില്ല. പകരം എന്ത് ചെയ്ത്? കല്ലെടുത്തെറിഞ്ഞ്. എപ്പോ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജില് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില്. പക്ഷെ കല്ലെടുത്തുള്ള സമയത്ത് പുളി കിട്ടിയില്ല. അന്ന് കുട്ടിയാണ്ട് വിട്ട്, പക്ഷെ കൊണ്ട് അപ്പുറത്തെ മാമന്റെ തല പൊട്ടി, വീട്ടില് പ്രശ്നമായി. അപ്പം അവൻ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ വന്നപ്പോ കല്ലെടുത്തെറിഞ്ഞില്ല. നേരം എന്ത് ചെയ്തു? അവൻ ഒരു തോട്ടം ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവനെ പറിച്ചെടുത്ത് അവൻ കഴിച്ചു. ഇതാണ് ഈ പറയുന്ന ഓരോ സ്റ്റേജസിലുള്ള പ്രത്യേകത എന്ന് പറയും. ഇപ്പൊ ആദ്യത്തെ സ്റ്റേജില് ആ കുട്ടി കല്ലെടുത്ത്, ഇപ്പൊ ഒരു സ്റ്റേജിൽ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആയപ്പോ കല്ലെടുത്തെറിഞ്ഞ് തല പൊട്ടിച്ച് വീട്ടിൽ പ്രശ്നമായോണ്ടല്ലേ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആയ സമയത്ത് എന്ത് ചെയ്യുന്നത്, ആ കുട്ടി തോട്ടയിട്ട് പറിക്കാന്നുള്ള ബുദ്ധിയിലേക്ക് എത്തിയത് അല്ലേ? അതെ. പറയാൻ നിങ്ങൾക്ക് വായില്ല. നിങ്ങളുടെ സംസാരത്തിനെ കാത്തിരിക്കും. എവിടെ മിണ്ടാൻ? ഓക്കെ. ഇഖ്തറമിനൽ അഷ്ഖാസിൽ ആദ്യത്തെ ഷാദ്, തെറ്റായ ഒരാളെ കണ്ടെത്തണം. പിയാഷെ, നോം ചോംസ്കി, ജെറോം സ്പ്രൂണർ, തൊണ്ടേക്ക്. ആരാകും? നോം ചോംസ്കി ആണ്. ആരാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്താരാണ്? പിയാഷെ ആണോ, നോം ചോംസ്കി ആണോ, ജെറൂം സ്പ്രൂണർ ആണോ, തൊണ്ടേക്കാണോ? തൊണ്ടേക്ക് വന്നു, പിയാഷെ വന്നു. ഇനി ബ്രൂണർ ഏട്ടനും കൂടെ ഉണ്ട്. അതും കൂടി ആർക്കെങ്കിലും പറയാം. ബ്രൂണർ ഏട്ടനെയും പറഞ്ഞു. നിങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞുള്ള ആൾക്കാരൊക്കെ ഞാൻ തിരക്കി പിടിച്ച് കൊട്ടേഷൻ ഒന്ന് വിട്ടോ. കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. ട്രിപ്പിൾ ബി ഇല്ല, ഒരു ബി ഉള്ളു. ബി അല്ല ഉത്തരം. ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഈ നോം ചോംസ്കി എന്ന് പറയുന്ന ആ വ്യക്തി ലാഡ് മാത്രമല്ല, അദ്ദേഹം കൊഗ്നിറ്റീവിസത്തിന്റെ പിതാവാണെന്ന് ഞാൻ പറഞ്ഞില്ല. കൊഗ്നിറ്റീവിസത്തിന്റെ വ്യക്താക്കളിൽ ഒരാളാണ് നമ്മൾ പറഞ്ഞത്. നോട്ടിലുണ്ട് സാധനം. പിയാഷെ എന്തിൽപ്പെട്ട ആളാണ്? ബിഹേവിയറിസ്റ്റ് ആണ് പിയാഷെ. നോം ചോംസ്കിയോ? കോഗ്നിറ്റീവ്. ജെറൂം സ്പ്രൂണറോ? അപ്പൊ തൊണ്ടേക്കോ? തൊണ്ടേക്കെതിരാണ് ഈ ഒരു പഴഞ്ചൊല്ലുണ്ടെന്ന് അറിയാവോ? ഈ രാത്രി മുഴുവൻ ഇരുന്ന് മഹാഭാരതം വായിച്ചിട്ട് രാമനാര് സീതയാരെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുന്നു. ആ അവസ്ഥയാണ് നിങ്ങൾക്ക്. എന്താണ്? കാണൂല. സ്ക്രീന് ചെറിയ സ്ക്രീൻ ആയോണ്ടേ, ഇത്രയും ചെറിയ അക്ഷരത്തിൽ ആയതുകൊണ്ട് കാണൂല.
പരീക്ഷ പേപ്പറിൽ കാണാതിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ മാർക്ക് പോണത്, നിങ്ങളൊക്കെ പൊട്ടണത് കേട്ടാ. സൂക്ഷിച്ചോ, ഒന്നും പറയാനില്ല. അടുത്ത നമുക്ക് കൺസ്ട്രക്റ്റിവിസം ആണ് പഠിക്കാനുള്ളത്. കൺസ്ട്രക്റ്റിവിസവും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും ഒക്കെ ചേർത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറായില്ലേ തമാശയും കോമഡിയും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോയത്. ഇങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ലാഗ് അടിച്ചോ ക്ലാസ്? ഇല്ല, ഞങ്ങൾക്ക് സന്നദ്ധത ഉണ്ടായിരുന്നു ഇപ്പൊ. കാരണം ലിസ്റ്റ് എഴുതാതൊക്കെ വന്നൂല്ലേ? കാരണം ലിസ്റ്റ് എഴുതാതെ പിള്ളേര് സെറ്റായി. എന്തുകൊണ്ടെന്നറിയോ സന്നദ്ധത ആയത്? എന്താണ്? അത് സാറിന്റെ ഇപ്പൊ സാറ് കൊണ്ടുവന്ന ഒരു ഇതില്ലേ, എന്ത് മോട്ടിവേഷൻ ക്വസ്റ്റ്യൻ, ആളെ പിടിച്ച് ചോദ്യം ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് സന്നദ്ധതായിട്ടിരുന്നു. എപ്പൊ വേണമെങ്കിലും ആര് വേണമെങ്കിലും വിളിക്കാൻ. സത്യം, അതെനിക്ക് തോന്നണമെന്നും കൂടി ഉണ്ട്, എന്റെ മനസ്സ് പറയണമെന്നും കൂടി ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞത് ഇപ്പൊ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കിനി ബാക്കി ബന്നായിയാണ് എടുക്കുന്നത്. ബന്നായിയ നാളെ മറ്റന്നാളൊക്കെ തന്നെ ഞാൻ എടുക്കും. സുബൈക്ക് എന്താ പരിപാടി? ഞാനൊരു 8 മണിക്കൊക്കെ ശ്രമിച്ച് നടക്കുമോ? എനിക്ക് സമയം എപ്പോഴാ കിട്ടാന്ന് പറഞ്ഞൂടാ, ഞാൻ നേരത്തെ അറിയിക്കാം കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുന്നത്, ഞാൻ എപ്പോ വേണമെങ്കിൽ ക്ലാസ് എടുക്കും. ഇത്ര എനിക്ക് പറഞ്ഞോളൂ, ഞാൻ എപ്പോ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. എനിക്ക് ഇനി സമയം ഉണ്ടാവൂല. അതുകൊണ്ടാണ് രാവിലെ ഫുള്ള് ബിസി ആവും, നൈറ്റ് ഫുള്ള് ബിസി ആവും, പറയാൻ പറ്റൂല. എന്നെ കൊണ്ട് മാക്സിമം ഞാൻ നേരത്തെ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് കേൾക്കാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളും കേൾക്കണം കേട്ടല്ലോ. പക്ഷെ റെക്കോർഡിനെക്കാളും ലൈവാണ്. ഇൻഷാല്ലാ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഈ സമയത്താണെങ്കിൽ കുഴപ്പമില്ല, 2 മണി 2:30 നോക്കട്ടെ ഇൻഷാല്ലാ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ എന്നാ ശരി, നമുക്ക് ലെഫ്റ്റ് അടിക്കാം. ശുക്രൻ ജസീൻ അലി ഹുസ്നി ഇസ്തിമായിക്കും വൗസിക്കും മിദ്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.